ഹലോ മച്ചകുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നമ്മൾ വളരെയധികം റെയർ ആയിട്ട് പറയുന്ന ഒരു തരം കഥയുണ്ട്. ഒരുപാട് പേർക്ക് അത് ഇഷ്ടമാണ്. അത് തന്നെ പുരാതനമായ റോമൻ സാമ്രാജ്യത്തിന്റെ കഥ. ചതിയും വഞ്ചനയും അതുപോലെ എന്ത് നെറികേടും അത് കാട്ടി അധികാരത്തിലേക്ക് വരാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാർ. ഇവരുടെ എല്ലാം ആഹ്ലാദത്തിന്, അതായത് വെറും എന്റർടൈൻമെന്റ് വിനോദത്തിന് വേണ്ടി മാത്രം യുദ്ധ മൈതാനങ്ങളിൽ വെച്ച് വെട്ടിമരിക്കുന്ന ഒരുപാട് പോരാളികള്, ഗ്ലാഡിയേറ്റേഴ്സ്. ഇങ്ങനെയുള്ള ഈ റോമൻ സാമ്രാജ്യത്തിന്റെയും അതുപോലെ തന്നെ ആ ഗ്ലാഡിയേറ്റേഴ്സ് അവരുടെ കഥയുമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഒരു പ്രത്യേക വൈബിൽ നിങ്ങൾക്ക് ഈ ഒരു കഥ കേട്ടിരിക്കാട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോകല്ലേ, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. ഈ ഒരു ബ്രഹ്മാണ്ഡ സിനിമ ഇത് കാണുന്നതിന് മുന്നേ ആയിട്ട് 25 വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ മറ്റൊരു സിനിമയുടെ കഥ ഒരു 30 സെക്കൻഡ് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ ഈ സിനിമ കുറച്ചുകൂടി വ്യക്തമാകും. വളരെ പണ്ട് റോമൻ സാമ്രാജ്യം നിലനിന്നിരുന്ന സമയത്ത് അന്നത്തെ ചക്രവർത്തി ഏകദേശം മരിക്കാനായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു മകനുണ്ട്, കൊമോഡോസ്. അതുപോലെ തന്നെ ഒരു മകളും ഉണ്ട്. മകളുടെ പേര് ലുസില്ല. പക്ഷെ ഒരു രാജാവാകാൻ യോഗ്യത തന്റെ മകനില്ല എന്ന് മനസ്സിലായ ആ ചക്രവർത്തി ആ ഒരു സ്ഥാനം ഇനി കൊടുക്കാൻ പോകുന്നത് പ്രഗത്ഭനായിട്ടുള്ള പടനായകനായിട്ടുള്ള മാക്സിമസിന്റെ കൈകളിലേക്കാണ്. എന്നാൽ ഇതൊട്ടും ഇഷ്ടപ്പെടാത്ത കൊമഡോസ് സ്വന്തം അച്ഛനെ കൊന്ന് രാജാവായി. മാത്രമല്ല സ്വന്തം പെങ്ങളെ തന്നെ ഒരു ഭാര്യയെ പോലെ കാണാൻ തുടങ്ങി. കൊമഡോസിന് ഏറ്റവും പകയുണ്ടായിരുന്നത് മാക്സിമസ് എന്ന ആ ഒരു പട്ടാളക്കാരനോടായിരുന്നു. അവന്റെ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കി ഒരു ഗ്ലാഡിയേറ്റർ ആക്കി മാറ്റി പിന്നീട്. അങ്ങനെ അവസാനം ഈ മാക്സിമസിന്റെ കൈകൊണ്ട് തന്നെ കൊമഡോസ് എന്ന ആ ഒരു റോമൻ ചക്രവർത്തി മരിച്ചു പോവാണ്. അതുപോലെ തന്നെ ചതിയിലൂടെ മാക്സിമസും മരണപ്പെടുന്നുണ്ട്. ഈ നേരത്ത് ചക്രവർത്തിയുടെ മകളായിട്ടുള്ള ലുസില്ല, അവൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് സ്വന്തം സഹോദരന്റെ മരണം ആയിരുന്നില്ല, പകരം മാക്സിമസിന്റെ മരണമായിരുന്നു. അതുപോലെ തന്നെ ഇനി അധികാരം വരാൻ പോകുന്നത് ലുസില്ലയുടെ മകനായിട്ടുള്ള ലൂഷ്യസിന്റെ കൈകളിലേക്കാണ്. പക്ഷെ അന്ന് അവന് വെറും 12-10 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയത്ത് റോമിൽ അവൻ നിൽക്കുകയാണെങ്കിൽ അധികാരമോഹികളായിട്ടുള്ള ആരെങ്കിലും അവനെ കൊന്നുകളയും എന്നുള്ള ഭയം കാരണം ലുസില്ല അന്ന് തന്നെ അവനെ അവിടുന്ന് നാടുകടത്തുകയാണ്. അങ്ങനെ ആ സംഭവം കഴിഞ്ഞ് കുറച്ചധികം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സിനിമയിലെ കഥ അത് ആരംഭിക്കുന്നത്. ഇപ്പൊ റോം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിവുകെട്ട 2 സഹോദരങ്ങളാണ്. അവരുടെ കയ്യിൽ നിന്നും റോം എന്ന ഈ വലിയ സാമ്രാജ്യം രക്ഷപ്പെടണമെന്ന് പല ആളുകളും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോമ സാമ്രാജ്യത്തിന്റെ സ്ഥിരം പരിപാടി, അതായത് അവരുടെ വലിയ പടയാളി സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ചെറിയ രാജ്യങ്ങളെ അവരെപ്പോഴും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ കഥയുടെ നായകനായിട്ടുള്ള ലൂഷ്യസിനെ കാണിക്കുന്നത്. റോമ സാമ്രാജ്യത്തിന്റെ പുറത്തായിട്ട് ഒരു ചെറിയ നാട്ടുരാജ്യം, ഒരു കടലോര പ്രദേശമാണ്. അവിടെയാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ലൂഷ്യസ് താമസിക്കുന്നത്. ഈ ലൂഷ്യസ് ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വർഷങ്ങൾക്ക് മുന്നേ റോമ സാമ്രാജ്യത്തിൽ നിന്നും ഒളിച്ചോടിയ, അല്ലെങ്കിൽ അവന്റെ അമ്മ പറഞ്ഞയച്ച അവിടുത്തെ രാജകുമാരനായിട്ടുള്ള ലൂഷ്യസ് തന്നെ. എന്നാൽ വല്ല സമ്പന്നതയിലൊന്നും അല്ല അവൻ ജീവിക്കുന്നത്. ഒരു സാധാരണ കർഷകൻ. അതുപോലെ തന്നെ സ്നേഹനിധിയായിട്ടുള്ള ഒരു ഭാര്യയുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് അവളോട്. ആ നേരത്താണ് കോട്ടമതിലിന് മുകളിൽ നിന്നും പുക ഉയരുന്നത് ഇവർ രണ്ടുപേരും കാണുന്നത്. വേഗം തന്നെ രണ്ടുപേരും തയ്യാറാവുകയാണ്. വാൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ലൂഷ്യസ് അഗ്രഗണ്യനാണ്. അതുപോലെ തന്നെ അവന്റെ ഭാര്യ അമ്പും വില്ലും കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അഗ്രഗണ്യാണ്. വേഗം തന്നെ ഇവരുടെ രാജാവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. രാജാവ് കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഇവർ ആക്രമിക്കാൻ വരുന്നത് റോമൻസ് ആണ്. അവര് കടന്നു പോകുന്ന വഴികള് അവരില്ലാതാക്കും. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സർവ്വശക്തി ഉപയോഗിച്ച് അവർക്കെതിരെ പോരാടുക. ശരിക്കും ആ രാജാവിന്റെ റൈറ്റ് ഹാൻഡ് തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു ലൂഷ്യസ്. ഇതേ നേരം തന്നെ കടലിൽ കാണിക്കുന്നുണ്ട് ശക്തമായ റോമൻ പടയാളികൾ അവരുടെ വലിയ വലിയ കപ്പലുകളുമായിട്ട് അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വലിയ പട അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് റോമിലെ പടനായകനായിട്ടുള്ള അക്കേഷ്യസ് ആണ്. വളരെയധികം തന്ത്രപൂർവ്വം കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീക്കാൻ ശേഷിയുള്ള ഒരാൾ തന്നെയാണ് ഈ അക്കേഷ്യസ്. അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ഡാരിയനും കൂടെ തന്നെയുണ്ട്. അങ്ങനെ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ഡാരിയനോട് അക്കേഷ്യസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവർ ആക്രമിക്കാൻ പോകുന്ന ഈ ചെറിയ രാജ്യം ഉണ്ടല്ലോ, ഇതിന്റെ ആ ഒരു കടലിന്റെ ഭാഗത്തായിട്ട് തന്നെ വലിയ കോട്ടമതിലാണ്. അപ്പൊ അതിനെ തകർക്കാനായിട്ട് ഇവർ വലിയ വലിയ കവണകൾ ഉപയോഗിച്ച് വലിയ വലിയ കല്ലുകൾ അങ്ങോട്ടേക്ക് അടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തിരിച്ച് അവിടുന്നും കല്ലുകൾ ഇങ്ങോട്ടേക്ക് വന്ന് അടിക്കുകയാണ്. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പും വില്ലുകളുമായിട്ട് ഒരു ശരപ്രവാഹം തന്നെ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ റോമൻസിന്റെ ആ ഒരു കപ്പൽ വന്നിട്ട് ഈ വലിയ കോട്ടമതിൽ തട്ടുകയാണ്. അതേ നിമിഷം തന്നെ ഓരോ കപ്പലിലുള്ള ടവറുകളും താഴേക്ക് താഴ്ത്തി അതിനുള്ളിൽ നിന്നും പോരാളികൾ പുറത്തേക്ക് വരണം. അങ്ങനെ ഈ അക്കേഷ്യസ് നിൽക്കുന്ന ആ ഒരു കപ്പലിന്റെ ആ ടവർ താത്താൻ നോക്കുമ്പോൾ എന്തോ കയറിൽ കൊടുങ്ങുകയാണ്. ഇതൊരു പോരാളി പറഞ്ഞപ്പോൾ അക്കേഷ്യസ് തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് ആ കയറ് വെട്ടിമുറിച്ച് ടവർ കോട്ടമതിൽ വെച്ച് എല്ലാ പടയാളികളും അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് തുടങ്ങുകയാണ് ഘോരമായ യുദ്ധം. ഉള്ളത് പറയാലോ, ഒരു പടയുടെ തലവനാണെന്ന് കരുതി അക്കേഷ്യസ് വെറുതെ അങ്ങനെ ഇരിക്കുമെന്നല്ല ചെയ്യുന്നത്. പടയാളികൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ആ യുദ്ധത്തെ നയിക്കുകയാണ്. അത്രയും ധീരനാണ് ഈ അക്കേഷ്യസ്. എന്നാൽ അതിനേക്കാൾ ധീരനാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ലൂഷ്യസ്. അവന്റെ അരികിലേക്ക് വരുന്ന ഓരോ റൊമാനിയൻ പട്ടാളക്കാരനെയും അവൻ വെട്ടി വീഴ്ത്തുന്നുണ്ട്. അതുപോലെ തന്നെ അക്കേഷ്യസും അവന്റെ ആൾക്കാരും കൂടിയിട്ട് അവിടെ ഭയങ്കരമായിട്ടുള്ള ശക്തമായ ആക്രമണം തന്നെ അഴിച്ചുവിടുകയാണ്. ഇതിനിടയിൽ നമ്മുടെ ലൂഷ്യസിന്റെ പെണ്ണുണ്ടല്ലോ, അവള് അമ്പ് വിടുന്നതിൽ അഗ്രഗണ്യാണ്. അവൾ എന്ത് ചെയ്തു, ഈ അക്കേഷ്യസിന്റെ ഒരു അടുത്ത ആളുണ്ട്, അവന്റെ കഴുത്തിലേക്ക് ഒരു അമ്പ് ചെയ്ത് അവനെ കൊന്നുകളയാണ്. അപ്പൊ തന്നെ അക്കേഷ്യസ് ഒരു ഓർഡർ കൊടുക്കുകയാണ്, മുകളിൽ നിന്നും അമ്പ് ചെയ്യുന്ന ആ ഒരു പെണ്ണിനെ കൊല്ലാൻ വേണ്ടി. അപ്പൊ തന്നെ ഒരു അമ്പ് പോയിട്ട് അവളുടെ നെഞ്ചിൽ കയറുകയാണ്. നിലം പൊത്തി താഴേക്ക് വീഴുന്നുണ്ട്. ഈ കാര്യം ഒരു വേദനയോട് കൂടിയിട്ട് ലൂഷ്യസ് കാണുന്നുണ്ട് കേട്ടോ. കാരണം താഴേക്ക്
താഴേക്ക് വീണത് മറ്റാരുമില്ലല്ലോ, അവന്റെ പെണ്ണല്ലേ. അവന്റെ ശ്രദ്ധ മാറിയ നിമിഷം തന്നെ ഒരു വാള് വെച്ച് അവന്റെ തലയ്ക്കിട്ട് അടി കിട്ടുന്നുണ്ട്. ആ അടിയിൽ അവന്റെ ബോധം പോയി വെള്ളത്തിലേക്ക് വീഴുകയാണ്. കുറച്ചു നേരം ബോധമില്ലാതെ ആ വെള്ളത്തിൽ അവൻ കിടക്കുന്ന സമയത്ത് അവനൊരു സ്വപ്നം അല്ലെങ്കിൽ ഒരു ഇലൂഷൻ കാണുകയാണ്. സ്വർഗത്തിൽ നിന്ന് വന്ന മാലാക അവന്റെ ഭാര്യയെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോവാണ്. പെട്ടെന്ന് അവൻ കണ്ണു തുറന്നു. ചുറ്റും നോക്കുമ്പോൾ ഒരുപാടധികം മൃതദേഹങ്ങൾ മാത്രം. ആ കൂട്ടത്തിൽ അവന്റെ പെണ്ണിന്റെ ശവശരീരം ഉണ്ടായിരുന്നു. അത് കെട്ടിപ്പിടിച്ചവൻ കരയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് റോമക്കാരി വന്ന് അവനെ തൂക്കിയെടുത്ത് കൊണ്ടുപോവാണ്. പിന്നീട് അക്കേഷ്യസ് അയാളുടെ നിർദ്ദേശപ്രകാരം മരിച്ചുപോയ എല്ലാവരെയും അവിടെ വെച്ച് തന്നെ കത്തിക്കുകയാണ്. ഒരുപാട് പേര് അതിനരികിൽ നിന്ന് കരയുന്നുണ്ട്. കാരണം അവർക്ക് പ്രിയപ്പെട്ട പലരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പൊ അക്കേഷ്യസ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും പറയാണ്, ഈ രാജ്യവും റോമിന്റെ കീഴിൽ വരും, നിങ്ങൾക്കാർക്കും ഇനി ഭയപ്പെടാതെ ജീവിക്കാം. അതായത് അക്കേഷ്യസ് ഇങ്ങനെയൊക്കെ യുദ്ധം ചെയ്യെങ്കിലും ഇതിനൊന്നും യാതൊരു താല്പര്യമില്ലാത്ത ആളാണ്. മനസ്സിന് ഭയങ്കര വേദനയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. എന്നാൽ മുകളിൽ നിന്നും ഒരു ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ അത് നടപ്പാക്കാതിരിക്കാനായിട്ട് അക്കേഷ്യസിന് കഴിയില്ല. അതുപോലെ യുദ്ധത്തിൽ തോറ്റുപോയ പടയാളികളായിട്ടുള്ള ലൂഷ്യസും അതുപോലെ തന്നെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അടിമകളാക്കി ഇവിടുന്ന് റോമിലേക്ക് കൊണ്ടുപോവാണ്. ആ കൂട്ടത്തിൽ ഈ നാടിന്റെ രാജാവും ഉണ്ടായിരുന്നു. കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൈകളൊക്കെ ആകെ പൊട്ടി എല്ലെല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കെട്ടിക്കൊടുക്കുന്നതെന്ന് ലൂഷ്യസ് ആണ്. അപ്പൊ ആ ഒരു രാജാവ് ലൂഷ്യസിനോട് പറയുന്നുണ്ട്, ലൂഷ്യസെ, നീ എവിടെ നിന്ന് വന്നു, നീ ആരാണ് എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ 2 കൈ നീട്ടി ഞാൻ നിന്നെ സ്വീകരിച്ചിട്ടുണ്ട്. നിന്നിൽ നിന്ന് ഒരുപാട് ഞങ്ങൾക്കും പഠിക്കാൻ പറ്റി. ഞങ്ങളിൽ നിന്ന് നീയും പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഒരിക്കലും അത് മറക്കരുത് എന്ന് പറയാണ്. ഈ സമയത്താണ് ലൂഷ്യസിന്റെ ആ ഒരു ചെറുപ്പകാലം കാണിക്കുന്നത്. അതായത് അന്ന് റോമിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന സമയത്ത് ഒളിച്ചു കഴിയായിരുന്നു അവൻ. അവന്റെ അമ്മയായിട്ടുള്ള ലുസില്ല അവര് വിചാരിച്ചതുപോലെ തന്നെ ലൂഷ്യസിനെ തേടി ഒരുപാട് റോമൻ പട്ടാളക്കാർ പല ഭാഗത്തും തിരയുന്നുണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ചാണ് ഇത്രയും കാലം നമ്മുടെ ലൂഷ്യസ് വളർന്നത് തന്നെ. എന്തായാലും അധികം വൈകാതെ ഈ കപ്പലുകൾ നേരെ റോമിലെ തുറമുഖത്തിലേക്ക് വരികയാണ്. ഒരുപാട് എണ്ണുണ്ട്. അതിലൊരെണ്ണാണ് ഈ തുറമുഖം. മാത്രമല്ല യുദ്ധം ജയിച്ചു വന്ന റോമൻ പടനായകനായിട്ടുള്ള അക്കേഷ്യസിനെ നാട്ടുകാരും അതുപോലെ തന്നെ രാജകുടുംബവും വളരെ ആദരവ് കൂടിയിട്ടാണ് സ്വീകരിക്കുന്നത്. യുദ്ധത്തിൽ വിജയിച്ചു വരുന്ന പട്ടാളക്കാരൻ എന്നൊക്കെ പറഞ്ഞാൽ ആ നാട്ടിൽ അത്രയും ബഹുമാനവും റെസ്പെക്റ്റും ആയിരിക്കും. എന്തായാലും അക്കേഷ്യസ് അങ്ങോട്ടേക്ക് വന്നപ്പോൾ അവനെ സ്വീകരിക്കാനായിട്ട് റോമിന്റെ എംപറർ 2 പേരാണ്, 2 സഹോദരങ്ങൾ ഇരട്ടകളായിട്ട് പ്രസവിച്ചത് കൊണ്ട് തന്നെ ഈ രാജ്യം അവരൊരുമിച്ചാണ് ഭരിക്കുന്നത്. ഒരുത്തന്റെ പേര് എംപറർ ഗെത്ത, രണ്ടാമത്തവന്റെ പേര് എംപറർ കരാസല്ല. ഒരുമാതിരി വൃത്തിയായിട്ട പേരുകളല്ലേ. എന്തായാലും വന്ന പാട് തന്നെ വളരെ ബഹുമാനത്തോട് കൂടിയിട്ട് ഇപ്പോ ഇവർ അക്കേഷ്യസിനെ സ്വീകരിക്കുകയാണ്. മാത്രമല്ല അവനോടുള്ള ബഹുമാനാർത്ഥം ഒരു വലിയ ഗ്ലാഡിയേറ്റർ മത്സരം തന്നെ നടത്താൻ വേണ്ടി പോവാണ്. എന്നാൽ അതിനോടൊന്നും വലിയ താല്പര്യമില്ലാന്ന് അക്കേഷ്യസ് പറഞ്ഞപ്പോൾ, അതൊന്നും പറ്റില്ല, നിങ്ങൾക്കുള്ള ബഹുമാനം ഞങ്ങൾ തന്നിരിക്കും. പിന്നീട് അക്കേഷ്യസ് ചോദിക്കുകയാണ്, ഞാൻ എന്തായാലും ഒന്ന് വിശ്രമിച്ചോട്ടെ, എന്റെ ഭാര്യയുടെ അരികിലേക്ക് എനിക്കൊന്ന് പോകണമെന്നുണ്ട്. ആ സമയത്ത് ഇവര് 2 പേരും പറയാണ്, വിശ്രമോ? വിശ്രമൊന്നും പറ്റില്ല. ഇവിടുന്ന് നേരെ ഇനി ഇന്ത്യയിലേക്ക് പോകണം, അറബ് രാഷ്ട്രങ്ങളിലേക്ക് പോകണം, പേർഷ്യ, ഇതെല്ലാം കീഴടക്കണ്ടേ? റോമിന്റെ പ്രശസ്തി വാനോളം നിങ്ങൾ ഉയർത്തണം. അടുത്ത യുദ്ധം അത് നമ്മളിനി ചെയ്യാൻ പോവാണ്. എന്നാൽ അതൊക്കെ ഇനിയും വേണമെന്ന് അക്കേഷ്യസ് ചോദിക്കുമ്പോൾ ഇപ്പൊ ഗെറ്റക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഞങ്ങൾ എന്താണോ പറയുന്നത് അത് മാത്രം ചെയ്താൽ മതി എന്ന് പറയാണ്. എത്ര വലിയ ധീരനായ പട്ടാളക്കാരനാണെങ്കിലും അക്കേഷ്യസിന് ഇപ്പൊ അവരുടെ മുന്നിൽ തല കുനിക്കേണ്ടി വരികയാണ്. ഇതിനുശേഷം പിടിച്ചുകൊണ്ടുവന്ന, അതായത് അടിമയാക്കി കൊണ്ടുവന്ന ലൂഷ്യസിനെയും അവന്റെ രാജാവിനെയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെയും കാണിക്കുകയാണ്. അടിമകളായതുകൊണ്ട് തന്നെ പിന്നെ പട്ടാളക്കാരും കൂടിയാണല്ലോ. അതുകൊണ്ട് ഇവർ ആദ്യമായിട്ട് തന്നെ ഒരു ഗ്ലാഡിയേറ്റർ മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. അവരോട് എതിരിടാൻ പോകുന്നത് മനുഷ്യരല്ല, കാട്ടിൽ നിന്നും കൊണ്ടുവന്ന കൊടൂരന്മാരായിട്ടുള്ള ഒരു തരം കുരങ്ങുകളാണ്. എന്നാൽ അതൊരു കുരങ്ങാണോ അല്ലെങ്കിൽ ഒരു നായയാണോ എന്നൊന്നും തിരിയുന്നില്ല. അത് ഭയങ്കര വയലന്റ് ആയിരുന്നു. അതിനോടാണ് ഇനി ഇവർ ഏറ്റുമുട്ടാൻ പോകുന്നത്. പക്ഷെ ആ ഒരു രാജാവ് തന്റെ മരണം തീരുമാനിച്ചു കഴിഞ്ഞായിരുന്നു കേട്ടോ. അതുപോലെ ഒരെണ്ണം വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ മുന്നിൽ ഇരുന്നു കൊടുക്കുകയാണ്. രാജാവിന്റെ കഴുത്ത് തന്നെ അത് കടിച്ച് കയറുന്നുണ്ട്. പിന്നീട് അത് നേരെ വരുന്നത് ലൂഷ്യസിന്റെ നേർക്കാണ്. പിന്നീട് അങ്ങോട്ടേക്ക് ആ ഒരു മൃഗം, ഇതിനെ കുരങ്ങെന്ന് വിളിക്കണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, കുരങ്ങിനെ പോലെ ഒരു സാദൃശ്യം മാത്രമേ ഉള്ളൂ. അതിന്റെ ആ ഒരു അഗ്രസീവ്നെസ്സും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു പല്ല്, വായ, ഇതൊക്കെ കാണുമ്പോൾ മറ്റേതോ ഒരു ജീവിയെ പോലെ തോന്നുന്നു. എന്തായാലും ലൂഷ്യസ് പിന്നീട് ശക്തമായിട്ട് തന്നെ അതിനോട് പോരാടുകയാണ്. അവസാനം ഒരു ചങ്ങൽ വെച്ച് അതിന്റെ കഴുത്ത് വെച്ച് പൊട്ടിച്ച് അതിനെ കൊന്നു കളയുന്നുണ്ട്. ഈ കാര്യം ആ മത്സരം കാണാൻ വന്ന ഒരാൾ കാണുന്നുണ്ട്. ഭയങ്കര സൂപ്പർ റിച്ച് ആയിട്ടുള്ള ഒരാൾ, മാഗ്രിനസ്, ഭയങ്കര പണക്കാരനാണ്. എന്തായാലും നമ്മുടെ ലൂഷ്യസിന്റെ ആ ഒരു പോരാട്ടം കണ്ടപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു. അവനെ ഞാൻ വാങ്ങിക്കൊള്ളാന്ന് മാഗ്രിനസ് പറയാണ്. ഇതിനുശേഷം പടനായകനായിട്ടുള്ള അക്കേഷ്യസിനെ കാണിക്കുകയാണ്. അദ്ദേഹം രാത്രിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അത് മറ്റാരുമല്ല, ലുസില്ലയാണ്, അതായത് ലൂഷ്യസിന്റെ അമ്മ. കുറെ നാൾ കൂടിയിട്ടാണ് ഇപ്പൊ അക്കേഷ്യസ് അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണുന്നത് തന്നെ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വീണ്ടും നമ്മുടെ ലൂഷ്യസിനെ കാണിക്കുകയാണ് കേട്ടോ. അവനെ പോലെ വേറെയും കുറച്ച് ആൾക്കാരെ ആ വലിയ പണക്കാരനായിട്ടുള്ള മാഗ്രിനസ് വാങ്ങിയിട്ടുണ്ട്. ഇവരെ എല്ലാവരും നല്ല മികച്ച ഗ്ലാഡിയേറ്റേഴ്സ് ആക്കാനായിട്ടാണ് മേടിച്ചിരിക്കുന്നത്. അപ്പൊ അവരെ ട്രെയിൻ ചെയ്യാനായിട്ട് തന്നെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പോരാളിയുണ്ട്. അത്യാവശ്യം പ്രായമുള്ള ആളാണ്. അയാളെ ഇങ്ങോട്ടേക്ക് മാഗ്രിനസ് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൂഷ്യസിനെയും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയണം കേട്ടോ. അതായത് ആ എക്സ്പീരിയൻസ് ഉള്ള ആളും അതുപോലെ തന്നെ ലൂഷ്യസും ഇവിടെ വെച്ചൊരു ഫൈറ്റ് നടക്കുകയാണ്. തുടക്കത്തിലൊക്കെ ലൂഷ്യസ് നല്ല അടി മേടിച്ച് കൂട്ടുകയാണ്. എന്നാൽ അവസാനത്തെ ഒരു കിക്കില് അയാൾ വീഴ്ത്തുന്നുണ്ട്. പിന്നെ അയാൾക്കിട്ട് നല്ല കൊള്ളു എന്ന് കണ്ടപ്പോൾ മാഗ്രിനസ് പറയാണ്, മതി നിർത്ത്, അവനെ എന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാന്ന് പറയാണ്. അങ്ങനെ ഇപ്പൊ നമ്മുടെ ലൂഷ്യസിനെ ഈ മാഗ്രിനസ് അദ്ദേഹത്തിന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ചോദിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ടത്? നിന്നെ ഒരു അടിമയിൽ നിന്നും ഞാനൊരു
ഗ്ലാഡിയേറ്റർ ആക്കി മാറ്റാം, നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞു എന്ന് പറയണം. അപ്പൊ ലൂഷ്യസിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, റോമ സാമ്രാജ്യം, അതിനെനിക്ക് തകർക്കണം. ഇത് കേട്ട സമയത്ത് മാഗ്രിനസ് പറയാണ്, അങ്ങനെ മുഴുവനായിട്ടും തകർക്കാൻ നിന്റെ കൂടെ നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല, നീ ഒരാളുടെ പേര് പറ, അയാളെ നിന്റെ മുന്നിൽ ഞാൻ കൊണ്ടുവന്നു തരാം. ആ സമയത്ത് ലൂഷ്യസ് ആ ഒരു പേര് പറയാണ്, പടനായകനായിട്ടുള്ള അക്കേഷ്യസ്. എനിക്ക് അവനെ വേണം, എന്റെ കൈകൊണ്ട് എനിക്ക് അവനെ കൊല്ലണം. മാഗ്രിനസ് അതിന് സമ്മതിക്കാനോ, ഒരു ദിവസം നിന്റെ മുന്നിലേക്ക് ഞാൻ അവനെ കൊണ്ടുതരും, പക്ഷേ എനിക്ക് വേണ്ടി നീ നന്നായിട്ട് ഫൈറ്റ് ചെയ്യണമെന്നും കൂടെ ഈ മാഗ്രിനസ് പറയുന്നുണ്ട്. ഇതിനുശേഷം വീണ്ടും അക്കേഷ്യസിനെയും അതുപോലെ തന്നെ ഭാര്യയായിട്ടുള്ള ലുസില്ലയും കാണിക്കുന്നുണ്ട്. അക്കേഷ്യസ് ഭയങ്കര വിഷമത്തിലാണ്. രണ്ട് ചക്രവർത്തിമാര് അവരുടെ ആ ഒരു വാക്ക് കേട്ട് യുദ്ധം ചെയ്ത് അക്കേഷ്യസ് മടുത്തിട്ടുണ്ട്. ആളുകളുടെ നിലവിളിയും അവരുടെ ശവശരീരങ്ങളും ഇതെല്ലാം കണ്ട് മടുത്തിട്ടുണ്ട്. ഇനിയൊരു യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ രണ്ട് ചക്രവർത്തിമാരുണ്ടല്ലോ അവർക്കെതിരെ യുദ്ധം ചെയ്യുന്നു പറയാണ്. ഇത് കേട്ടപ്പോൾ ലുസില്ല പറയാണ്, നിങ്ങളൊന്ന് പതുക്കെ സംസാരിക്കുക, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ പട്ടാളക്കാര് അവരെത്ര ദിവസം കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തും? ഒരു 10-15 ദിവസം കൊണ്ട് എത്തുമെന്ന് ഇപ്പോ ഈ ഒരു അക്കേഷ്യസ് പറയാണ്. അവരെത്ര പേരുണ്ട്? 5000-ന് മുകളിൽ ആൾക്കാരുണ്ട്. അതിൽ എത്ര ആളുകൾ നിങ്ങളോട് കൂറുണ്ട്, അതായത് നിങ്ങളുടെ വിശ്വസ്തരാണ്? അപ്പൊ അക്കേഷ്യസ് പറയുന്നത്, അതിൽ ഒരാൾ പോലും എന്നെ എതിർത്ത് സംസാരിക്കില്ല, എല്ലാവരും എന്റെ വിശ്വസ്തരാണ്. അക്കേഷ്യസ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ലുസില്ല പറയാണ്, നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. ഇതിനുശേഷം മാഗ്രിനസിനെ കാണിക്കുകയാണ്. വലിയ പണക്കാരനാണ്, കൊട്ടാരത്തിലേക്ക് വരാനുള്ള പെർമിഷൻ വരെ ഇയാൾക്കുണ്ട്. എന്നാൽ ഇതുവരെയായിട്ടും സെനറ്റർ സഭയിലേക്ക് ഒന്ന് കയറാൻ, അതായത് അധികാരത്തിലേക്ക് കയറാൻ ഇയാളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ശ്രമമാണ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാളുടെ തന്നെ ഒരു സുഹൃത്തായിട്ടുള്ള സെനറ്റർ ആയിട്ടുള്ള ട്രാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ഇയാളുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇപ്പൊ കൊട്ടാരത്തിലേക്ക് മാഗ്രിനസ് വന്നിരിക്കുന്നത് തന്നെ ചക്രവർത്തിമാരുണ്ടല്ലോ രണ്ടുപേര്, ഗെട്ട അതുപോലെ തന്നെ കരാസെല്ല. ഇവർക്ക് രണ്ടുപേർക്കുമായിട്ട് ഒരു ചെറിയ മത്സരം കാഴ്ചവെക്കാനായിട്ടാണ് മാഗ്രിനസ് അവന്റെ ഭാഗത്ത് നിന്ന് ഇറക്കുന്നത് നമ്മുടെ ലൂഷ്യസിനാണ്. അതുപോലെ തന്നെ സെനറ്റർ ട്രാക്സ് ഇയാൾ അയാളുടെ ഒരു പോരാളിയെ കൂടെ ഇറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൈകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്. എന്നാൽ ചക്രവർത്തിമാരിൽ ഒരാളായിട്ടുള്ള കരാസെല്ല പറയാണ്, കൈ വേണ്ട, കത്തി വെച്ച് ഫൈറ്റ് ചെയ്യട്ടെ എന്ന്. ഈ ഒരു കാര്യം മാഗ്രിനസും അതുപോലെ തന്നെ സെനറ്റർ ട്രാക്സും ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ. കാരണം കത്തി വെച്ച് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഒരുത്തൻ എന്തായാലും മരിക്കും. പക്ഷേ ചക്രവർത്തി പറഞ്ഞാൽ അതിന് മറുത്തൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൂഷ്യസിന്റെയും അതുപോലെ മറ്റേ പോരാളിയുടെ കയ്യിൽ ഒരു കത്തി കൊടുക്കുന്നുണ്ട്. അപ്പൊ ലൂഷ്യസ് പറയുന്നുണ്ട്, ഇവർക്ക് വേണ്ടി വെറുതെ നമ്മൾ വെട്ടി മരിക്കണോ, കൈകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പോരുന്നു. എന്നാൽ അയാളാണെങ്കിൽ ഭയങ്കര അഗ്രസീവായിട്ട് ലൂഷ്യസിനെ ആക്രമിക്കുക തന്നെ. അങ്ങനെ മറ്റൊരു നിർവാഹമില്ലാതെ കത്തി വെച്ച് അവസാനം ലൂഷ്യസ് അയാളെ കുത്തി കൊന്നു കളയാണ് കേട്ടോ. അതായത് ആ മത്സരത്തിൽ ലൂഷ്യസ് ജയിച്ചു. ലൂഷ്യസ് ജയിച്ചു കഴിഞ്ഞാൽ ജയിക്കുന്നത് മാഗ്രിനസ് ആണ്. അതുകൊണ്ട് തന്നെ മാഗ്രിനസിന് സെനറ്റർ ട്രാക്സ് 2000-ഓളം സ്വർണ്ണ നാണയങ്ങൾ ഇനി കൊടുക്കണം. എന്തായാലും ഈ മത്സരം കണ്ട് ഭയങ്കര ആഹ്ലാദത്തിലാണ് ഗെത്തയും അതുപോലെ തന്നെ കരാസെല്ലയും. ഈ കരാസെല്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇച്ചിരി ഭ്രാന്തുള്ളവനാണ് കേട്ടോ. അവന്റെ പ്രവൃത്തിയൊക്കെ അങ്ങനെയാണ്. എന്തായാലും ചക്രവർത്തിമാരിൽ ഒരാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ലൂഷ്യസിനോട് സംസാരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ട് മാഗ്നസ് പറയുന്നത്, അവന് സംസാരിക്കാനൊന്നും അറിയില്ല, ഇവനൊരു കാട്ടാളനാണ്. എന്നാൽ അതേ നേരത്തെ തന്നെ ലൂഷ്യസ് അവിടെ വെച്ചൊരു കവിത ചൊല്ലുന്നുണ്ട് കേട്ടോ. അത് കേട്ട് ചക്രവർത്തിമാർ വരെ ഞെട്ടിപ്പോവാണ്. കാരണം കൊട്ടാരത്തിലുള്ള കുട്ടികൾക്ക് മാത്രം പഠിപ്പിച്ചു കൊടുക്കുന്ന, കൊട്ടാരത്തിലെ കുട്ടികളിൽ നിന്നല്ല, റോയൽ ഫാമിലിയിൽപ്പെട്ടവർക്ക് മാത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരു തരം കവിതയാണത്. എന്തായാലും അത് കേട്ട് ഇവരാകെ അമ്പരന്ന് നിൽക്കുകയാണ്. പക്ഷെ കൂടുതൽ നേരം ലൂഷ്യസിനെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ പ്രശ്നമാവും എന്ന് കരുതിയിട്ട് തന്നെ വേഗം തന്നെ ലൂഷ്യസിനെ അവിടുന്ന് ആര് കൊണ്ടുപോകുന്നുണ്ട്? മാഗ്നസ് കൊണ്ടുപോവാണ്. പിന്നീട് ലൂഷ്യസ് കുളിക്കുന്ന നേരത്ത് അവന്റെ അരികിലേക്ക് മാഗ്നസ് ചെന്നിട്ട് 2 സ്വർണ്ണ നാണയം ആലോചിച്ച് നോക്കണം, അവിടെ മത്സരത്തിൽ കിട്ടിയത് 2000 സ്വർണ്ണ നാണയം. അപ്പൊ അതിൽ നിന്നും 2 എടുത്തിട്ട് ലൂഷ്യസിന് കൊടുത്തിട്ട് പറയാണ്, അല്ല നിനക്ക് എങ്ങനെയാണ് കൊട്ടാരത്തിലെ കുട്ടികൾ മാത്രം പഠിക്കുന്ന ആ ഒരു പാട്ട് അത് പഠിക്കാൻ പറ്റിയത്? നീ ശരിക്കും ആരാ? ഇപ്പൊ ലൂഷ്യസ് പറയാണ്, ഞാൻ ആരാണെന്നോ എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ അത് നിങ്ങൾ അറിയണ്ട, എനിക്ക് ഈ സ്വർണ്ണ നാണയവും വേണ്ട, എനിക്ക് വേണ്ട ഒരേ ഒരു കാര്യം, അത് അവനെയാണ്, അക്കേഷ്യസിനെ. ഒരു യുദ്ധത്തിനായിട്ട് അവൻ എന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയാൽ മാത്രം മതി, എനിക്ക് വേറൊന്നും വേണ്ട, എന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയും വേണ്ട. എന്തായാലും കൂടുതലായിട്ട് ചെയ്യാനൊന്നും മാഗ്നസ് നിന്നില്ല. ശരിയെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവാണ്. ഇതിനുശേഷം കൊട്ടാരത്തിൽ തന്നെ ആരും അറിയാതെ രഹസ്യമായിട്ടുള്ള ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ മീറ്റിംഗ് അവിടെ അറേഞ്ച് ചെയ്തത് തന്നെ പടനായകനായിട്ടുള്ള അക്കേഷ്യസും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ലുസില്ലയും കൂടെ കുറച്ചധികം സെനറ്റേഴ്സും ഉണ്ട്. അതായത് ഇപ്പോഴുള്ള 2 ചക്രവർത്തിമാര് അവരുടെ ഭരണം കാരണം ഇവിടെ ആകെ നശിച്ചു കിടക്കുകയാണ്. അപ്പൊ അവരെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കി അതിന്റെ അധികാരത്തിലേക്ക് അക്കേഷ്യസ് വരാൻ പോയിരുന്നു. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടക്കുന്നത്. മാത്രമല്ല അക്കേഷ്യസിന്റെ പടയാളികൾ ഏകദേശം 5000-ന് മുകളിൽ വരും. അധികം വൈകാതെ അവരിങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എംപറർ ആയിട്ടുള്ള ഗെത്ത അതുപോലെ തന്നെ കരാസെല്ല രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യാം, അവർക്കൊരു ശിക്ഷയും കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തില് ഗ്ലാഡിയേറ്റേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് മത്സരം നടത്തുന്ന സെനറ്റർ ആയിട്ടുള്ള ട്രാക്സും ഉണ്ട്. അതായത് നമ്മുടെ മാഗ്രിനസിനോട് മുട്ടി തോറ്റുപോയ ആ ഒരു സെനറ്റർ ഇല്ലേ, അയാൾ തന്നെ. എന്തായാലും ഇപ്പൊ അക്കേഷ്യസിന്റെ വിശ്വസ്തരായിട്ടുള്ള ആ പടയാളികൾ വരുന്നത് വരെ ഇവർ ക്ഷമയോടെ കാത്തിരിക്കണം. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞു പോവാണ്. ഇവിടെ നടക്കുന്ന ഈ ഗൂഢാലോചനയൊന്നും എംപറർ ആയിട്ടുള്ള ഗെറ്റയും അതുപോലെ തന്നെ കരാസെല്ലയും അറിയുന്നില്ല. അവർ അന്ന് അക്കേഷ്യസിനോട് പറഞ്ഞതുപോലെ അക്കേഷ്യസിനോടുള്ള ഒരു ബഹുമാനാർത്ഥം ഇവിടെ വലിയൊരു ഗ്ലാഡിയേറ്റർ പോരാട്ടം തന്നെ നടത്താൻ വേണ്ടി പോവാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് അക്കേഷ്യസിനെ ക്ഷണിക്കുമല്ലോ. ആ കൂട്ടത്തില് ഈ ഗ്ലാഡിയേറ്റേഴ്സിനെ കൊണ്ടുവരുന്ന മാഗ്രിനസും ഉണ്ട്. അവന്റെ കുറച്ച് ആൾക്കാരാണ് ഇന്ന് കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. മാത്രമല്ല ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ മാഗ്രിനസ് സെനറ്റർ ആയിട്ടുള്ള ട്രാക്സിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. കാരണം അന്നത്തെ മത്സരത്തിൽ 2000 സ്വർണ്ണ നാണയം അയാൾ കൊടുക്കാണ്ട്. എന്നാൽ അതിപ്പോ വേണ്ട, നമുക്ക് പിന്നെ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഈ സെനറ്റർ ട്രാക്സ്
മാക്സുമായിട്ട് മാഗ്നസ് നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നീടാണ് ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നത്. അങ്ങനെ എല്ലാവരും അവരുടേതായ ആ ഒരു ചെയറിലിരിക്കുകയാണ് കേട്ടോ. ഏറ്റവും മുൻപിലായിട്ട് ചക്രവർത്തിമാരായുള്ള ഗത്തയും അതുപോലെ തന്നെ കരാസില്ലയുണ്ട്. അങ്ങനെ അധികം വൈകാതെ ഗ്ലാഡിയേറ്റേഴ്സ് ആ ഒരു ഗ്രൗണ്ടിൽ അണിനിരക്കുകയാണ്. അതിൽ നമ്മുടെ ലൂഷ്യസ് ഉണ്ട്, അവന്റെ കൂടെ വേറെയും കുറച്ച് ആൾക്കാരുണ്ട്. ഇവരെല്ലാവരെയും കൊണ്ടുവന്നിരിക്കുന്നത് മാഗ്രിനസ് ആണ്. ഇവർ ഇനി യുദ്ധം ചെയ്യാൻ പോകുന്നത് വലിയൊരു കണ്ടാമൃഗത്തിനോടാണ് കേട്ടോ. അതിനെ നിയന്ത്രിക്കാനായിട്ട് വേറൊരു പോരാളിയും കൂടെ ഉണ്ട്. എന്താ പറയാ, അതിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഇവർക്ക് ആർക്കും കഴിയുന്നില്ല. ഒരാനയുടെ വലിപ്പമുള്ള ആ ഒരു കണ്ടാമൃഗം വലിയ അതിന്റെ ആ ഒരു കൊമ്പുകൾ കൊണ്ട് ഓരോ ആൾക്കാരെയും കുത്തി കീറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് ലൂഷ്യസ് ബുദ്ധിപരമായിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അവന്റെ ആ ഒരു വാളുണ്ടല്ലോ, നിലത്ത് ഒരൊറ്റ കുത്തലാണ്. എന്നിട്ട് അവിടുത്തെ ആ ഒരു മണ്ണ് കയ്യിലേക്ക് എടുക്കുന്നുണ്ട്. ആ മണ്ണ് നന്നായിട്ടൊന്ന് മണത്ത് നോക്കുകയാണ്. ഈ കാര്യം കണ്ട് ലുസിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം ഇതേ പരിപാടി ചെയ്തിരുന്നത് പണ്ടത്തെ റോമിന്റെ പടനായകനായിട്ടുള്ള മാക്സിമസ് ആയിരുന്നു. അതേ കാര്യം തന്നെ ഗ്രൗണ്ടിൽ വെച്ച് ലൂഷ്യസ് കാണിച്ചപ്പോൾ അത് കണ്ട് ലുസില ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ലുസിലയുടെ മകൻ തന്നെയാണ് ലൂഷ്യസ്. അതിപ്പോ ഈ ലുസിലേക്ക് അറിയില്ല. എന്തായാലും ലൂഷ്യസ് കയ്യിൽ കുറച്ച് മണ്ണെടുത്തല്ലോ, ആ മണ്ണ് പതിയെ കയ്യിൽ തിരുമാണ്. അവന് നേരെ ആ ഒരു കണ്ടാമൃഗം വരുന്നുണ്ട്. അത് ഏകദേശം അടുത്ത് എത്താനായി എന്ന് തോന്നിയപ്പോൾ അത് പെട്ടെന്ന് അവിടെ വിതറുന്നുണ്ട്. പൊടി ഫുള്ളായിട്ട് പടർന്നപ്പോൾ അതിനപ്പുറം എന്താണെന്ന് കണ്ടാമൃഗത്തിന് കാണാൻ കഴിയുന്നില്ല. നല്ല വേഗത്തിൽ വന്നതുകൊണ്ട് തന്നെ അത് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ തൂണിൽ പോയിട്ട് ഒരൊറ്റ ഇടിയാണ്. അതിന്റെ ആ ഒരു കൊമ്പ് പൊട്ടി അത് അവിടെ വെച്ച് തന്നെ ചാവുകയാണ്. ഇതേ നേരം അതിന്റെ പുറത്തു നിന്നും ആ പോരാളി താഴേക്ക് ഇറങ്ങി വന്ന് നേരിട്ട് തന്നെ നമ്മുടെ ലൂഷ്യസിനോട് പോരാടുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ലൂഷ്യസ് തോറ്റുപോവാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന കാണികൾ എല്ലാവരും അവന് കരുണ കൊടുത്തേക്ക്, അവന് വെറുതെ വിട്ടേക്ക് എന്ന് പറഞ്ഞപ്പോ രാജു ആയിക്കോട്ടെ അവന് വെറുതെ വിട്ടേക്ക് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ കരുണ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ലൂഷ്യസ് ചാടി എഴുന്നേറ്റ് അയാളെ തോൽപ്പിക്കുകയാണ്. അതായത് കണ്ടാമൃഗവുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന ആ ഒരു പോരാളിയെ തന്നെ. അതായത് തോറ്റു എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ ലൂഷ്യസ് അവൻ വീണ്ടും ജയിക്കുകയാണ്. മാത്രമല്ല ആ ഒരു പോരാളിയെ കൊല്ലാനായിട്ട് ചക്രവർത്തി നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ അയാളുടെ തല വെട്ടിമുറിച്ചെടുക്കുകയാണ്. ആര്? നമ്മുടെ ലൂഷ്യസ്. പിന്നീട് മരിച്ചുപോയ ആ ഒരു പോരാളിയുടെ ബോഡി കൊണ്ടുപോകുന്നത് വരെ ഈ ലൂഷ്യസ് തന്നെയാണ്. അങ്ങനെ ഈ ഒരു മത്സരം ഇതെല്ലാം കഴിഞ്ഞ സമയത്ത് ലുസില്ല ഉണ്ടല്ലോ, ആരും അറിയാതെ കൊട്ടാരം വിട്ട് പുറത്തേക്ക് വരികയാണ്. പുറത്ത് ആരും ഉപയോഗിക്കാത്ത ഒരു പഴയ വീടുണ്ടായിരുന്നു, അതിനുള്ളിലേക്ക് അവൾ വരികയാണ്. ലുസില്ല ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ ചെറിയ പ്രായത്തിൽ മകനായിട്ടുള്ള ലൂഷ്യസിനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അന്ന് ചക്രവർത്തിയുടെ മുന്നിൽ വെച്ച് ലൂഷ്യസ് ഒരു കവിത ചൊല്ലിയില്ലേ, ആ കവിതകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ പല ചിത്രങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം ലുസില്ല അങ്ങനെ ഓർത്തെടുക്കുകയാണ്. മാത്രമല്ല ലുസില്ല ഒരുപാട് സ്നേഹിച്ചിരുന്ന മുൻപത്തെ പടനായകനായിരുന്നു മാക്സിമസ്. അദ്ദേഹത്തിന്റെ ഒരു ശൈലിയായിരുന്നു നിലത്തു നിന്നുള്ള ആ ഒരു മണ്ണെടുത്ത് ആ മണ്ണിന്റെ മണം ഒന്ന് മണത്ത് നോക്കി, അതായത് ആ ഒരു മണ്ണിനെ അറിയുന്ന ആ ഒരു സ്വഭാവം. അതേ പരിപാടി തന്നെ ലൂഷ്യസും ചെയ്തപ്പോ മാക്സിമസിനെ ഓർമ്മ വന്നിട്ടുണ്ട്. അതുപോലെ അന്നത്തെ ആ ഒരു ഗ്ലാഡിയേറ്റർ യുദ്ധത്തിൽ മാക്സിമസ് മരണപ്പെട്ടു പോയി. തൊട്ടപ്പുറത്ത് തന്നെ റോമിന്റെ ചക്രവർത്തി മരണപ്പെട്ട് എടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരാൾ പോലും ആ ഒരു ശവത്തെ നോക്കാതെ മാക്സിമസിന്റെ മൃതദേഹത്തെയാണ് അവിടുന്ന് എടുത്തുകൊണ്ടുപോയത്. അതുപോലെ തന്നെ ചക്രവർത്തി മരിച്ചു, പടനായകനും മരിച്ചു. അതുകൊണ്ട് തന്നെ അധികാരത്തിലേക്ക് ഇനി അടുത്തത് വരേണ്ടത് ലുസില്ലയുടെ മകനായിട്ടുള്ള ലൂഷ്യസ് ആയിരുന്നു. എന്നാൽ അവൻ ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ അധികാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പല ആൾക്കാരും ഉണ്ടാവും. അവർ ലൂഷ്യസിനെ കൊല്ലാതിരിക്കാനായിട്ട് അന്ന് രാത്രി തന്നെ ലുസില്ല അവന് നാട് കടത്തി. എന്നാൽ ലൂഷ്യസിന് ആ ഒരു കാര്യമൊന്നും വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ. അന്ന് രാത്രി തന്റെ അമ്മ എന്തിനാണ് നാട് കടത്തി എന്നുള്ള ഒരു വ്യക്തമായ ബോധമൊന്നും അവനില്ലായിരുന്നു. ഇപ്പോ ലൂഷ്യസിനെ കാണിക്കുന്നുണ്ട്. ആ യുദ്ധത്തിൽ അവന്റെ ദേഹത്ത് പല മുറിവുകളും ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാം മരുന്ന് വെച്ച് കൊടുക്കുന്നത് ഒരു ഇന്ത്യൻ വംശജനാണ് കേട്ടോ. രവി എന്നാണ് പേര്. ഞാൻ ഇട്ട പേരല്ല, സിനിമയിൽ ആ പേര് തന്നെയാണ്. അപ്പൊ ഈ ഒരു രവിയുമായിട്ട് നമ്മുടെ ലൂഷ്യസ് നന്നായിട്ട് കമ്പനി ആവുന്നുണ്ട് കേട്ടോ. പണ്ട് ലൂഷ്യസിനെ പോലെ തന്നെ ഒരു ഗ്ലാഡിയേറ്റർ ആയിരുന്നു ഈ രവിയും. മാത്രമല്ല അടിമയായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല, മോചനം കിട്ടി. പക്ഷേ ഇതുപോലെയുള്ള ഗ്ലാഡിയേറ്റേഴ്സിന് വേണ്ടി ഒരു ഡോക്ടറെ പോലെ അവർക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് രവി ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് മാഗ്രിനസ് വരികയാണ്. ഈ യുദ്ധത്തിലും ലൂഷ്യസ് ജയിച്ചതുകൊണ്ട് അവനെ പ്രശംസിക്കാനാണ് വന്നത്. ഈ നേരത്ത് കൊട്ടാരത്തിൽ നിന്നും മാഗ്രിനസിനെ കൂട്ടാനായിട്ട് ഒരാൾ വരുന്നുണ്ട്. അതായത് പണ്ടത്തെ രാജകുമാരിയായിട്ടുള്ള ലുസില്ല ഇയാളെ വിളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ലുസില്ലയെ നേരിട്ട് കാണാനായിട്ട് മാഗ്രിനസ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അതായത് ലുസില്ലയുടെ ഉള്ളിൽ ചെറിയ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. അതായത് ഇന്ന് പടക്കളത്തിൽ പോരാടിയ ആ ഒരു പോരാളി, ആ ഗ്ലാഡിയേറ്റർ, അവൻ ആരാണ്? ആ രഹസ്യം അറിയാനാണ്. എന്നാൽ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു കാര്യം ചോദിക്കാതെ മാഗ്രിനസിനോട് ലുസില്ല ചോദിക്കുന്നത്, അല്ല നിങ്ങൾ എവിടുന്നാണ് ഈ അടിമകളെയൊക്കെ വാങ്ങുന്നത്? നിങ്ങളുടെയൊക്കെ അടിമകള്, പ്രത്യേകിച്ച് ആ ഒരു ലൂഷ്യസ് എന്തൊരു ധീരനാണ്. നിങ്ങളുടെ പേര് മാത്രമേ കൊട്ടാരത്തിലൊക്കെ എല്ലാവരും പറയുന്നുള്ളൂ. കാരണം ഗ്ലാഡിയേറ്റേഴ്സിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങളാണ് ഏറ്റവും മിടുക്കനെന്നാണ് എല്ലാവരും പറയുന്നത്. അല്ല ശരിക്കും അവർ എവിടുന്നാ കിട്ടുന്നത്? അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് ലൂഷ്യസിനൊക്കെ എവിടുന്നാ കിട്ടിയെന്ന് ലുസില്ല ചോദിക്കുന്നുണ്ട്. ഇപ്പൊ മാഗ്രിനസ് പറയാണ്, അതങ്ങനെയൊന്നും ഇല്ല മേഡം, യുദ്ധത്തിൽ തോറ്റ പട്ടാളക്കാരെ അടിമകളാക്കും. അപ്പോൾ അതിൽ കഴിവുള്ളവരെ ഞാൻ സെലക്ട് ചെയ്യും. കുറച്ചു നേരം ഈ ലുസില്ലയുമായിട്ട് സംസാരിച്ച് മാഗ്രിനസ് അവിടുന്ന് പോവാണ്. എന്നാൽ മാഗ്രിനസിന്റെ ഉള്ളിൽ ചില സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലുസില്ലയെ കുറിച്ച് കൂടുതലായിട്ട് കൊട്ടാരത്തിൽ അന്വേഷിക്കുകയാണ്. കൊട്ടാരത്തിലെ സെനറ്റർ പദവിയിലൊന്നും ഇല്ലെങ്കിലും നല്ല പണക്കാരനായതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ ഈ ലുസില്ലയെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അവർക്കൊരു മകനുണ്ടായിരുന്നു. 12ാമത്തെ വയസ്സിൽ അവർ നാട് വിട്ടുപോയി. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 29-30 വയസ്സുണ്ടാവും. ഇത് മാഗ്രിനസ് കേട്ട സമയത്ത് ചില സംശയങ്ങളൊക്കെ തോന്നുകയാണ്. അതായത് ലുസില്ല വിളിച്ച് മാഗ്രിനസിന്റെ കീഴിലുണ്ടായിരുന്ന ഗ്ലാഡിയേറ്റർ ആയിട്ടുള്ള ലൂഷ്യസിനെ കുറിച്ച് കൂടുതലായിട്ട് അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചില സംശയങ്ങളൊക്കെ മാഗ്രിനസിന് തോന്നി തുടങ്ങി. ഇനി ഈ ലൂഷ്യസ് തന്നെ ആയിരിക്കുമോ പഴയ
രാജകുമാരിയായിട്ടുള്ള ലുസില്ലയുടെ മകൻ മാഗ്രിനസിന്റെ ഉള്ളിൽ സംശയമാണെങ്കിൽ ലുസില്ലയാണെങ്കിൽ ഈ കാര്യം കൺഫേം ആക്കിയിട്ടുണ്ട്. ഈ ഗ്ലാഡിയേറ്റേഴ്സ് അവരൊക്കെ നോക്കാനുള്ള ആ ഒരു ചുമതല ഡോക്ടറുടെ ജോലി ചെയ്യുന്ന രവിക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു രവിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് ലുസില്ല അന്ന് രാത്രി തന്നെ ലൂഷ്യസിനെ കാണാനായിട്ട് അവന് പൂട്ടിയിട്ട സെല്ലിലേക്ക് വരികയാണ്. വന്നപാട് തന്നെ ലുസില്ല അവനോട് പറയുന്നുണ്ട്, ലൂഷ്യസ് എന്നെ മനസ്സിലായോ, ഞാൻ നിന്റെ അമ്മയാണ്. അത് കേട്ടപാട് തന്നെ ലൂഷ്യസിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ ലുസില്ല പറയുന്നുണ്ട്, മോനെ നമ്മൾ രണ്ടുപേരും എങ്ങനെയായിരുന്നു നിന്റെ ബാല്യകാലം നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ നിന്നെ ഉപേക്ഷിച്ചത് നിനക്ക് വേണ്ടിയിട്ടാ മോനെ. പക്ഷെ ലൂഷ്യസ് ആ ഒരു കാര്യമൊന്നും മനസ്സിലാക്കുന്നില്ല. പ്രധാനമായിട്ടും തന്റെ അമ്മയുടെ ഭർത്താവാണ് ഈ പടനായകനായിട്ടുള്ള കേഷ്യസ് എന്ന് മനസ്സിലായി. ആ കേഷ്യസിനോട് അടങ്ങാത്ത പകയാണ് ലൂഷ്യസിന്. എല്ലാം കൂടി ആയപ്പോ അവരോട് സംസാരിക്കാനോ ഒന്ന് ചിരിക്കാനോ ഒന്നും ലൂഷ്യസ് കൂട്ടാക്കുന്നില്ല. ആ നേരത്തിൽ ലുസില്ല ഒരു കാര്യം പറയുന്നുണ്ട്, മോനെ ഇനിയും യുദ്ധങ്ങൾ വരും, ഇനിയും ഒരുപാട് പോരാട്ടങ്ങൾ നീ ചെയ്യേണ്ടി വരും. ആ സമയത്ത് നിന്റെ അച്ഛന്റെ ധീരതയുണ്ടല്ലോ അത് നിന്റെ ഉള്ളിൽ ഉണ്ടാവണം. നിന്റെ അച്ഛൻ അത് ആരാണെന്നറിയോ? മറ്റാരുമല്ല, പണ്ടത്തെ പടനായകനായിട്ടുള്ള മാക്സിമസ് ആണ്. പടനായകനായിട്ടുള്ള മാക്സിമസും ലുസിലയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. എന്നാൽ രാജവംശത്തിലുള്ള ലുസിലെ ഒരിക്കലും മാക്സിമസിന് കല്യാണം കഴിക്കാൻ കഴിയില്ല. എന്നാൽ അപ്പോഴേക്കും അവൾ ഗർഭിണിയായിട്ടുണ്ടായിരുന്നു. അതിലുണ്ടായ കുഞ്ഞാണ് ഈ ലൂഷ്യസ്. ലൂഷ്യസിന്റെ അച്ഛനാണ് മാക്സിമസ്. വെറുതെ അല്ല അവന്റെ ഉള്ളിൽ ഇത്രത്തോളം വീര്യം. പക്ഷെ ഇതൊന്നും കേട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ലൂഷ്യസിന് കഴിയുന്നില്ല കേട്ടോ. ദേഷ്യത്തോടു കൂടി അമ്മയോട് സംസാരിച്ച് അവിടുന്ന് ഇറങ്ങി പോവാൻ പറയാണ്. ഒരുപാട് വിഷമത്തോട് കൂടിയിട്ടാണ് ലുസില്ല അവിടുന്ന് പോയത് കേട്ടോ. അപ്പൊ അവളുടെ ആ ഒരു വിഷമം കണ്ട് ഭർത്താവായിട്ടുള്ള അക്കേഷ്യസ് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത്? ലുസില്ല എല്ലാ കാര്യങ്ങളും പറയാണ്. അതായത് ഗ്ലാഡിയേറ്റർ ആയിട്ട് ഇങ്ങോട്ടേക്ക് പിടിച്ചു കൊണ്ടുവന്ന ലൂഷ്യസ്, ആ ലൂഷ്യസ് ആണ് ലുസില്ലയുടെ മകനെന്ന്. എത്രയും പെട്ടെന്ന് തന്നെ അവനെ രക്ഷപ്പെടുത്തണം. ഇങ്ങനെ പോയാൽ അധികം വൈകാതെ അവൻ മരണപ്പെടും എന്ന് അക്കേഷ്യസ് പറയുന്നത്, നീ ഒന്ന് വെയിറ്റ് ചെയ്യേ, ഒരു 3-4 ദിവസം എന്റെ പടയാളികൾ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അധികാരം പിടിച്ചെടുക്കും. എന്നാൽ അത്രയും ദിവസം എന്റെ മകൻ ജീവിച്ചിരിക്കുന്ന എന്താ ഉറപ്പ്? ദയവ് ചെയ്ത് അവനൊന്ന് രക്ഷപ്പെടുത്ത്. അവൻ ഒരുപാട് അനുഭവിച്ചു, ഇനിയും അവനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വിടല്ലേ നീ. ലുസില്ലെ ഒരുപാട് സ്നേഹിച്ചിരുന്ന അക്കേഷ്യസ് അതിന് സമ്മതിക്കുകയാണ്. എങ്ങനെയെങ്കിലും ലൂഷ്യസിനെ രക്ഷപ്പെടുത്താന്ന് പറയണം. ഇവർ ഈ സംസാരിക്കുന്ന കാര്യം ആര് കേട്ടു? വീട്ടിലെ ഒരു ജോലിക്കാരി കേൾക്കുന്നുണ്ട്. ലുസില്ലയുടെ മകനാണ് ലൂഷ്യസ്, അതായത് ആ ഒരു ഗ്ലാഡിയേറ്റർ. ഇതിനുശേഷം വലിയൊരു മൈതാനം കാണിക്കുകയാണ്. അവിടെയാണ് മാഗ്രിനസിന്റെ എല്ലാ വീരന്മാരും ഉള്ളത്. എല്ലാവർക്കും നന്നായിട്ട് പരിശീലനം കൊടുക്കുന്നുണ്ട്. തോണി പോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി അതിൽ നിന്ന് നന്നായിട്ട് തുഴയാൻ പറയാണ് കേട്ടോ. ഇതിനെല്ലാത്തിനും ട്രെയിൻ ചെയ്യാനായിട്ട് ആ ഒരു മാസ്റ്റർ, അതായത് മാഗ്രിനസിന്റെ ആൾ അവിടെ ഉണ്ട്. ഈ മാസ്റ്റർക്ക് എന്തോ നമ്മുടെ ഒരു ലൂഷ്യസിന് തീരെ കണ്ടുകൂടാ. ചെറിയ എന്തോ ഒരു പിഴവ് വന്നപ്പോൾ ഒരുപാട് നേരത്തുള്ള പണിഷ്മെന്റ് കൊടുക്കുകയാണ്. ബാക്കി എല്ലാവരും പോയിട്ടും അവൻ കുറെ നേരമായിട്ടും തുഴഞ്ഞ് കയ്യെല്ലാം ആകെ പൊട്ടുന്നുണ്ട്. അപ്പൊ മരുന്ന് വെച്ചു കൊടുക്കാനായിട്ട് രവി വീണ്ടും വരികയാണ് കേട്ടോ. രവിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ലൂഷ്യസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തോ രണ്ടുപേരുടെ ഇടയിൽ ചെറിയൊരു സൗഹൃദം വളർന്നു വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പരിശീലനമൊക്കെയായിട്ട് കുറച്ച് ദിവസം മുന്നോട്ടേക്ക് പോവാണ്. പിന്നീട് അടുത്ത ഗ്ലാഡിയേറ്റർ മത്സരം ആരംഭിക്കാൻ പോവാണ്. ഈ മത്സരം ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. വലിയൊരു വെള്ളക്കെട്ട്, അതിന് ചുറ്റുമായിട്ട് ഒരുപാട് സീറ്റുകളായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ചക്രവർത്തിമാരും ഉണ്ട്. അതായത് എംപറർ ആയിട്ടുള്ള ഗെറ്റയും അതുപോലെ തന്നെ എംപറർ ആയിട്ടുള്ള കെറാസെല്ലയും. ഇവരുടെ പേര് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടാ. എന്തായാലും ആ ഒരു വെള്ളക്കെട്ടില്, ആ വെള്ളത്തില് കടിച്ചു കയറാൻ പാകത്തിന് കുറെ അധികം ഷാർക്കുകളും ഉണ്ട്. പിന്നീട് 2 ടീമായിട്ട് വന്ന് കപ്പലിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടത്തുകയാണ്. അതായത് റോമക്കാർ എങ്ങനെയാണോ കടലിൽ വെച്ച് യുദ്ധം ചെയ്യുന്നത് അതുപോലെ തന്നെ. ഇപ്പൊ ലൂഷ്യസ് ആണ് അവന്റെ ആ ഒരു ടീമിനെ നന്നായിട്ട് നയിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അവന് ഒരുപാട് ഇഷ്ടമാണ്. അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അതുപോലെ ഫോളോ ചെയ്യുമ്പോൾ ഇവർ വിജയിക്കാറുണ്ട്. എന്തായാലും കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിപ്പിച്ച് ഘോര യുദ്ധം തന്നെ നടക്കുകയാണ്. ലൂഷ്യസ് പറയുന്ന പോലെ നല്ല ട്രിക്കി ആയിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇവരാണ് നല്ല രീതിയിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഇതെല്ലാം കണ്ട് ആസ്വദിക്കുകയാണ് അവിടെ കൂടി നിന്ന റൊമാനിയൻസ്. ഓരോ മനുഷ്യർ മരിച്ചു വീഴുമ്പോഴും അവർക്കൊക്കെ എന്തോ ഒരു വല്ലാത്തൊരു ആനന്ദമായിരുന്നു. അങ്ങനെ ഈ പോരാട്ടത്തിനിടയിൽ ഈ അമ്പും വില്ലും ഇല്ലേ, അതുപോലെ തന്നെ മറ്റൊരു സാധനമില്ലേ ക്രോസ് ബ്രോ, അങ്ങനത്തെ ഒരു സാധനം ഇപ്പോ ഈ ലൂഷ്യസിന്റെ കയ്യിൽ കിട്ടുന്നുണ്ട്. അവൻ വേഗം അത് കയ്യിലെടുത്ത് ഇവിടെ വെച്ച് യുദ്ധം ചെയ്യുന്നത് പോലെ ആക്ട് ചെയ്ത് കാണികളുടെ കൂട്ടത്തിലിരിക്കുന്ന അക്കേഷ്യസിന് നേരെയാണ്. എന്നാൽ ഉന്നം തെറ്റി അത് ചെന്ന് തറക്കുന്നത് 2 ചക്രവർത്തിമാരുണ്ടല്ലോ അവർക്കിടയിലാണ്. വേഗം തന്നെ അവരെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ ഒരു വെള്ളക്കെട്ടിൽ നടന്ന യുദ്ധത്തിൽ ലൂഷ്യസും അവന്റെ ടീമുമാണ് ജയിക്കുന്നത്. അങ്ങനെ ആ ഒരു മത്സരം എല്ലാം കഴിഞ്ഞപ്പോൾ മാസ്റ്റർ വന്നിട്ട് അയാളുടെ ആ ഒരു ഗ്ലാഡിയേറ്റേഴ്സിനോട് ചോദിക്കുന്നുണ്ട്, ആരാടാ ചക്രവർത്തിമാരുടെ നേരേക്ക് അമ്പ ചെയ്തത്? അപ്പൊ ആ കൂട്ടത്തിൽ ഓരോരുത്തരും ഞാനാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ മാസ്റ്റർക്ക് നന്നായിട്ട് അറിയാം ആ പരിപാടി ചെയ്തത് ലൂഷ്യസ് ആണെന്ന്. അപ്പൊ ലൂഷ്യസിനോട് ഇയാൾ ചോദിക്കുമ്പോൾ ലൂഷ്യസ് പറയുന്നത്, അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയാൽ ഞാൻ അവരുടെ നേരെയല്ല നിന്റെ തലക്കെട്ടായിരിക്കും അവിടെ അടിക്കുക. അതായത് മാസ്റ്ററിനോട് ഇവർക്ക് അത്രയും വെറുപ്പുണ്ട്. ഇപ്പം മറ്റൊരു സ്ഥലത്ത്, അതായത് സെനറ്റർ ആയിട്ടുള്ള ട്രാക്സ് ഉണ്ടല്ലോ, ഇയാൾ പല തവണയായിട്ട് മാഗ്രിനസ് ഇയാളുമായിട്ട് പന്തയം വെച്ച് തോറ്റു ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാനായി. ഇപ്പൊ കൊടുക്കാനായിട്ട് ഇയാളുടെ കയ്യിൽ ഒന്നും ഇല്ലതാനും. അതുകൊണ്ട് തന്നെ അയാളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനായിട്ട്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജപ്തി ചെയ്യാനായിട്ട് മാഗ്രിനസും അയാളുടെ ആൾക്കാരും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നാൽ ഈ സെനറ്റർ ട്രാക്സിന് ഒരു രഹസ്യ വിവരം പറയാനുണ്ടായിരുന്നു. ആ രഹസ്യ വിവരം ട്രാക്സ് അറിഞ്ഞത് ഒരു സ്ത്രീ വഴിയാണ്. ആ സ്ത്രീ ജോലി ചെയ്തിരുന്നത് ലുസില്ല അതുപോലെ തന്നെ അക്കേഷ്യസ് അവരുടെ വീട്ടിലായിരുന്നു. അന്ന് രാത്രി ലുസില്ലയും അതുപോലെ തന്നെ അക്കേഷ്യസും സംസാരിച്ച കാര്യങ്ങൾ ഈ സ്ത്രീ അതുപോലെ കേട്ടായിരുന്നു. ആ കാര്യങ്ങൾ അതുപോലെ തന്നെ സെനറ്റർ ട്രാക്സിനോട് പറഞ്ഞു. സെനറ്റർ ട്രാക്സ് ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു സാവകാശം കിട്ടാൻ വേണ്ടി ഈ രഹസ്യ വിവരം മാഗ്രിനസിനോട് പറയണം. അതായത് ഇന്ന് രാത്രി ഈ ഗ്ലാഡിയേറ്റേഴ്സിന്റെ കൂട്ടത്തിൽ നിന്നും ഒരുത്തനെ അക്കേഷ്യസും അവന്റെ ആളുകളും കൂടെ രക്ഷപ്പെടുത്താൻ പോവാണ്.
പോവാണ്. അതിന്റെ കാരണം എന്താണെന്നും പറയുന്നുണ്ട്. അതായത് ലുസില്ലയുടെ മകനാണ് ലൂഷ്യസ്. അങ്ങനെയുള്ള ആ ഒരു എല്ലാ വിവരവും ഇപ്പൊ സെനറ്റർ ട്രാക്സ് ഇയാൾ അറിഞ്ഞ ആ ഒരു രഹസ്യം മാഗ്രിനസിനോട് പറയണം. അതുകൊണ്ട് തന്നെ മാഗ്രിനസ് സെനറ്റർ ട്രാക്സിന് ഒരു സാവകാശം കൊടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ രാത്രിയിൽ പടനായകനായിട്ടുള്ള അക്കേഷ്യസും അയാളുടെ ആൾക്കാരും കൂടെ ലൂഷ്യസിനെ രക്ഷപ്പെടുത്താനായിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. എന്നാൽ പെട്ടെന്ന് തുരുതുരാന്ന് പറഞ്ഞിട്ട് അമ്പുകൾ ഈ അക്കേഷ്യസിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ദേഹത്ത് കയറുകയാണ്. അക്കേഷ്യസ് ഒഴികെ ബാക്കിയുള്ള എല്ലാവരും മരിച്ചു. അവിടെ വെച്ച് തന്നെ അക്കേഷ്യസിനെ ഇവർ കൈയോടെ പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലുസില്ല അവളുടെ വീട്ടിലേക്കും ഈ ചക്രവർത്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഗാർഡുകൾ ഉണ്ടല്ലോ അവര് ചെന്നിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരെയും ചക്രവർത്തിയുടെ മുന്നിൽ ഹാജരാക്കുന്നുണ്ട്. ചക്രവർത്തിമാരായിട്ടുള്ള ഗെറ്റ അതുപോലെ തന്നെ കെരാസല്ല രണ്ടുപേരും ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ. പ്രധാനമായിട്ടും കെരാസല്ല ആളൊരു ഇച്ചിരി ലൂസുള്ള ആളാണ്, ഒരു പൊട്ടഞ്ചക്കനാണ്. അപ്പൊ അവനങ്ങനെ ആ ഒരു ദേഷ്യത്തിൽ വാളെടുത്ത് അപ്പൊ തന്നെ ഈ അക്കേഷ്യസിനെ വെട്ടാൻ നിൽക്കുന്ന സമയത്ത് ഗെറ്റ പറയണ വേണ്ട, ഇവിടെ വെച്ച് കൊല്ലണ്ട, അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ജനങ്ങളുടെ മുന്നിലേക്ക് ഇവനെ കൊണ്ടുപോകാം, അവിടെ വെച്ച് ശിക്ഷ നടപ്പിലാക്കാന്ന് പറയണം. അതായത് ലുസില്ലയും അക്കേഷ്യസും ചില സെനറ്റേഴ്സും ഇവർ ചേർന്ന് നടത്തിയ ഗൂഢാലോചന ഈ രണ്ട് ചക്രവർത്തിമാരും എങ്ങനെയോ അറിഞ്ഞതല്ല, ഇവരോട് ആ ഒരു കാര്യം പറഞ്ഞത് മാഗ്രിനസ് ആണ്. മാഗ്രിനസിന് കൊട്ടാരത്തിൽ കയറി പറ്റാൻ കിട്ടിയ നല്ലൊരു അവസരമായിരുന്നു. ആ അവസരം അവൻ നന്നായിട്ട് ഉപയോഗിച്ചു. പിന്നീട് മാഗ്രിനസിനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഗെറ്റ തന്നെ അവനോട് നന്ദി പറയണം കേട്ടോ, നിങ്ങളാണ് എന്റെ ഏറ്റവും വലിയ വിശ്വസ്തൻ. ഇപ്പൊ ചെയ്ത ഈ ഉപകാരത്തിന് ഒരുപാട് നന്ദിയുണ്ട്. കുറച്ചെങ്ങാനും വൈകി പോയായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ജയിലിൽ കിട്ടുന്നതന്നെ. എന്തായാലും നിങ്ങളുടെ വാക്കുകൾ എനിക്ക് വലിയ വിശ്വാസമാണ് കേട്ടോ. ഇത് കേട്ടപ്പോൾ മാഗ്രിനസ് ഒരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഇപ്പൊ പിടിച്ചുകൊണ്ടുപോയ പടനായകനായിട്ടുള്ള അക്കേഷ്യസ് ജനങ്ങൾക്ക് അവനോട് എന്തോ വല്ലാത്ത പ്രിയമാണ്. അപ്പൊ ഒരു കാരണമില്ലാതെ വെറുതെ അവനെ കൊന്നു കളഞ്ഞാൽ ജനങ്ങൾ കലാപം ഉണ്ടാക്കും. അതുകൊണ്ട് എന്റെ ഗ്ലാഡിയേറ്റേഴ്സ് ഉണ്ടല്ലോ അവരുടെ കൂടെ പോരാടാനായിട്ട് ആ പടക്കളത്തിലേക്ക് നിങ്ങളുടെ പടനായകനെ അക്കേഷ്യസിനെ ഇറക്ക്. ആ യുദ്ധത്തിൽ അവനെ അവൻ കൊന്നോളും. അതാവുമ്പോ ജനങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കൂല. ഇത് നല്ലൊരു ഐഡിയ ആയിട്ട് തന്നെ എംപറർ ആയിട്ടുള്ള അതായത് ചക്രവർത്തി ആയിട്ടുള്ള ഗെത്തക്ക് തോന്നുകയാണ്. ഈ ഗെത്തയാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ഇവന്റെ ബ്രദർ ഉണ്ടല്ലോ ആ ഒരു കരാസല്ല ആളൊരു പൊട്ടഞ്ചക്കനാണ്. അതുകൊണ്ട് അവന്റെ വാക്കൊന്നും ആരും കേൾക്കാറില്ല. എന്നാൽ കൊട്ടാരത്തിൽ നടന്ന ഈ കാര്യങ്ങൾ അതായത് ലൂഷ്യസിന്റെ അമ്മയും അതുപോലെ തന്നെ അമ്മയുടെ ഭർത്താവായിട്ടുള്ള അക്കേഷ്യസ് ഇവരൊന്നും പിടിക്കപ്പെട്ട കാര്യം ലൂഷ്യസ് അറിയുന്നില്ല. അടുത്തതായിട്ട് വലിയ എന്തോ ഒരു മത്സരം വരാൻ പോകുന്നുണ്ട്. ഇത് മാത്രമേ ലൂഷ്യസിന് അറിയുള്ളൂ. അതേ നേരം തന്നെ ലൂഷ്യസിനോട് ചില കാര്യങ്ങൾ അവന്റെ സുഹൃത്തായിട്ടുള്ള രവി പറയുന്നുണ്ട്. ഒരുപാട് ഗ്ലാഡിയേറ്റേഴ്സ് ഇവിടെ വെച്ച് യുദ്ധം ചെയ്ത് മരണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതൊക്കെ വെറും ഒരു പോരാട്ടമായിട്ട് ഒതുങ്ങിയെങ്കിലും ഒരാളുടെ പോരാട്ടം മാത്രം അത് ചരിത്രമായിട്ട് ബാക്കിയായി. അയാളുടെ പേരാണ് മാക്സിമസ്. ഒരുപാട് നാളായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന രവി പിന്നീട് ചില കാര്യങ്ങൾ നമ്മുടെ ലൂഷ്യസിന് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഈ ഗ്ലാഡിയേറ്റേഴ്സിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥലം ഉണ്ടല്ലോ അതിന്റെ ബേസ്മെന്റിലായിട്ട് ഒരു അറ തന്നെയുണ്ട്. ആ അറയിലാണ് മാക്സിമസ് എന്ന ആ ഒരു ഗ്ലാഡിയേറ്റർ ഒരു കാലത്ത് റോമിന്റെ പടനായകനായിരുന്നു. ആ മനുഷ്യന്റെ വാളും അദ്ദേഹത്തിന്റെ പടച്ചട്ടിയും എല്ലാം അവിടെ വളരെ സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള ആ ഒരു ബഹുമാനാർത്ഥം വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം ഇപ്പൊ ലൂഷ്യസിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആര്? നമ്മുടെ രവി തന്നെ. കുറെ കാലമായിട്ട് അവൻ ഇവിടെ ഉണ്ടേ. അങ്ങനെ അധികം വൈകാതെ ആ ഒരു ദിവസം വന്നിരിക്കുകയാണ്. അതായത് ചതിയനായിട്ടുള്ള അക്കേഷ്യസിനെ ഇവർ ശിക്ഷിക്കാൻ പോവാണ്. അതെങ്ങനെയാണ്? വലിയൊരു ഗ്ലാഡിയേറ്റർ പോരാട്ടം തന്നെ ഇവിടെ നടക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ കാണികളുടെ കൂട്ടത്തിലേക്ക് ലുസില്ലയും കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ അവളുടെ കയ്യിൽ വിലങ്ങണിയിപ്പിച്ചിട്ടുണ്ട്. അതേ നേരം തന്നെ ഒരാൾ ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, ഈ നാടിന്റെ പടനായകനായിട്ടുള്ള ജനറൽ അക്കേഷ്യസ് രാജഭരണം അട്ടിമറിച്ച് നമ്മുടെ ചക്രവർത്തിമാരെ കൊല്ലാൻ നോക്കിയിരുന്നു. അതിന്റെ ശിക്ഷയായിട്ട് ഇന്ന് ഇവിടെ ഈ ഗ്ലാഡിയേറ്റേഴ്സിനോട് പോരാടാൻ പോകുന്നത് അക്കേഷ്യസ് ആണ്. അങ്ങനെ അധികം വൈകാതെ അക്കേഷ്യസ് ആ ഒരു പടക്കളത്തിലേക്ക് വരികയാണ് കേട്ടോ. ആ പട്ടാളക്കാര് അക്കേഷ്യസിന്റെ തന്നെ ആൾക്കാരാണ്. എന്തായാലും ഇവരെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ അക്കേഷ്യസ് തോൽപ്പിക്കുന്നുണ്ട്. ഇനി ഇതിനു ശേഷം അക്കേഷ്യസിനോട് പോരാടാൻ വരുന്നത് മറ്റാരുമല്ല ലൂഷ്യസ് ആയിരുന്നു. എത്രയോ ദിവസങ്ങളായിട്ട് ലൂഷ്യസ് കാത്തിരുന്ന ആ ഒരു നിമിഷം അതായിരുന്നു ഇത്. എന്നാൽ ഇത് കണ്ട സമയത്ത് ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പോയത് ലുസില്ലയായിരുന്നു. സ്വന്തം മകനും അതുപോലെ തന്നെ അവൾ ഒരുപാട് പ്രണയിക്കുന്ന അവളുടെ അക്കേഷ്യസും. ഇവര് രണ്ടുപേരും തമ്മിലാണ് ഇവിടെ വെച്ച് യുദ്ധം നടക്കാൻ പോകുന്നത്. ഭയങ്കര വൈരാഗ്യത്തോട് കൂടിയിട്ട് ലൂഷ്യസ് ഇപ്പോ അക്കേഷ്യസിന് നേരെ പാഞ്ഞു വരികയാണ്. എന്നാൽ അക്കേഷ്യസിന് എല്ലാ രഹസ്യം അറിയാലോ. ലുസില്ലയുടെ മകനാണ് ലൂഷ്യസ്. അതുകൊണ്ട് വാളെടുത്ത് അവൻ ആക്രമിക്കാൻ നോക്കുന്നില്ല. പകരം ലൂഷ്യസ് ആക്രമിക്കുന്ന സമയത്ത് അവന്റെ ആക്രമണത്തെ നേരിടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവനോട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ നിന്നെ രക്ഷപ്പെടുത്താൻ നോക്കിയതാണ്, അങ്ങനെയാണ് ഞാൻ പെട്ടുപോയത്. എന്നാൽ ഇതൊന്നും ചെവി കൊണ്ട് കേൾക്കുന്നില്ല ലൂഷ്യസ്. അങ്ങനെ ഫൈറ്റിന്റെ ഒരു ഘട്ടത്തിൽ ഈ അക്കേഷ്യസ് എന്താ ചെയ്തതെന്ന് അറിയോ? രണ്ട് വാളും വലിച്ചെറിഞ്ഞിട്ട് അവന്റെ മുന്നിൽ കീഴടങ്ങുകയാണ്. ഇനി വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ലൂഷ്യസിന് അക്കേഷ്യസിന്റെ തല വെട്ടിക്കളയാം. എന്ന ഒരു നിമിഷം ലൂഷ്യസ് ഒന്ന് ഞെട്ടിപ്പോവാണ്. ഇതെന്തിനാ ഇയാളിപ്പോ ഇങ്ങനെ എന്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നത്? ആ നേരത്ത് അക്കേഷ്യസ് സമാധാനമായിട്ട് തന്നെ അവനോട് പറയാണ്, ലൂഷ്യസ് നീ ആരാണെന്നും നിന്റെ അമ്മ ആരാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ അച്ഛൻ ആരാണെന്നും എനിക്കറിയാം. ഞാനും അവളും എല്ലാം ശ്രമിച്ചത് നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. എന്നെ ഇതേ സമയത്ത് തന്നെ പണിയാകെ പാളി പോവോ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ചക്രവർത്തിമാര്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ കീഴടങ്ങിയ അക്കേഷ്യസിനെ കൊല്ലാനായിട്ട് ഈ മൂത്ത ചക്രവർത്തി ഉണ്ടല്ലോ ഗെത്ത, അവൻ നിർദ്ദേശം കൊടുക്കുകയാണ്. എന്നാൽ അക്കേഷ്യസിനെ കൊല്ലാനായിട്ട് ഇപ്പൊ ലൂഷ്യസ് തയ്യാറാവുന്നില്ല. ചില കാര്യങ്ങളൊക്കെ ലൂഷ്യസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് കരുതിയ ഗെത്ത എന്താക്കി ബാക്കിയുള്ള പട്ടാളക്കാരോട് ഈ പടനായകനായിട്ടുള്ള അക്കേഷ്യസിനെ അമ്പ് ചെയ്ത് കൊല്ലാൻ പറയാണ്. അങ്ങനെ 4 ഭാഗത്തു നിന്നും ചീറി പാഞ്ഞു വന്ന 20 മുകളിൽ അമ്പ് ഒരേ നേരം തന്നെ അക്കേഷ്യസിന്റെ ദേഹത്ത് തുളച്ച് കയറി ആ മനുഷ്യൻ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു പോവാണ്. ഇത് കണ്ട് ലുസില്ല നെഞ്ച് പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇത് കണ്ടപ്പോഴാണ് ലൂഷ്യസിനും ചില തെറ്റുകളൊക്കെ മനസ്സിലായത്.
അവന് പുറക്കനെ വിളിച്ചു പറയാൻ തുടങ്ങി. എന്തൊരു നാണം കെട്ട സമൂഹമാണ് നിങ്ങളൊക്കെ. നിങ്ങൾക്ക് വേണ്ടി പല നാട്ടിലും പോയിട്ട് പല രാജ്യങ്ങളും കീഴടക്കിയ നിങ്ങളുടെ ഹീറോ ആയിട്ടുള്ള ഈ പടനായകനെ ഇവിടെ വെച്ച് ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ കൊന്നുകളഞ്ഞേല് നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നില്ല? നിങ്ങളൊക്കെ മനുഷ്യരാണോ? നന്ദിയുള്ളവരാണോ? ഇതിങ്ങനെ വലിയ സ്വരത്തിൽ ലൂഷ്യസ് പറഞ്ഞപ്പോ ജനങ്ങളെല്ലാവരും രാജാവിനെതിരെ തിരിയാണ്. ചെറിയ രീതിയിൽ കലാപം ഉണ്ടാവാനും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാഗ്രിനസ് പതിയെ ഗെത്ത അതുപോലെ തന്നെ കെരാസില്ല രണ്ടുപേരുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, ഇനി ഇവിടെ നിൽക്കേണ്ട, സംഗതി ചെറുതായിട്ട് പാളിയിട്ടുണ്ട്, കൊട്ടാരത്തിലേക്ക് പോവാന്ന് പറയണം. അങ്ങനെ രണ്ട് ചക്രവർത്തിമാരെയും സേഫ് ആയിട്ട് കൊട്ടാരത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്നിട്ട് രാത്രി ഈ മാഗ്രിനസ് ഉണ്ടല്ലോ ലൂഷ്യസിനെ കാണാനായിട്ട് അവന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇനി ഈ മാഗ്രിനസിന്റെ വഴിയിലേക്ക് ലൂഷ്യസ് വരില്ല എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ലൂഷ്യസിനെ ചതിക്കുകയായിരുന്നു ഇയാൾ. ആ കാര്യം ലൂഷ്യസ് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ലൂഷ്യസ് മാഗ്രിനസിനോട് ഒരു കാര്യം പറയുന്നുണ്ട്, എന്തെങ്കിലും എനിക്ക് പറ്റുകയാണെങ്കിൽ നിന്റെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കടാ. ശരി, നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മാഗ്രിനസ് അവിടുന്ന് പോവാണ്. ഇതേ നേരം തന്നെ കൊട്ടാരത്തിന്റെ പുറത്ത് നോക്കുകയാണെങ്കിൽ ആളുകളൊക്കെ തടിച്ചു കൂടിയിരിക്കുകയാണ്. അക്കേഷ്യസിനെ യാതൊരു കാരണമില്ലാതെ കൊന്നതിന്റെ പേരിൽ ജനങ്ങൾ ഭയങ്കരമായിട്ട് കലാപം ഉണ്ടാക്കുകയാണ്. ചക്രവർത്തിമാരായിട്ടുള്ള ഗെത്ത അതുപോലെ തന്നെ കെരാസില്ല രണ്ടുപേരും ചെറുപ്പക്കാരാണ്. രണ്ടുപേരും ആകെ പേടിച്ചു പോയിട്ടുണ്ട്. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇവർക്ക് അറിയുന്നില്ല. കുറച്ചെങ്കിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഗെത്തയ്ക്കാണ്. ഈ കെരാസില്ലാണെങ്കിൽ ആകെ പേടിച്ചു നിൽക്കുകയാണ്. അപ്പൊ അവന്റെ ആ ഒരു ഓവറായിട്ടുള്ള ഭയം, ഓരോ പൊട്ടത്തരം വിളിച്ചു പറയും. ഇതൊക്കെ ആയപ്പോ ദേഷ്യം വന്ന ഗെത്ത ഒരു വൈനിന്റെ ഗ്ലാസ് എടുത്ത് അവന്റെ മുഖത്തേക്ക് ഒഴിക്കുകയാണ്. മര്യാദക്ക് ഇവിടുന്ന് പൊയ്ക്കാന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പറഞ്ഞേക്കുകയാണ്. എന്തോ അവൻ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കലാപങ്ങളും അതിന്റെ ആ ഒരു ശബ്ദമെല്ലാം കേൾക്കുന്ന സമയത്ത് കെരാസില്ല പോയിട്ട് ഈ ടേബിളിന്റെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ്. ഈ ധൈര്യം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് എന്താ പറയാ, അത് കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ്. എന്തായാലും ഈ കെരാസില്ലയുടെ അടുത്തേക്ക് മാഗ്നസ് വന്നിട്ട് എന്താ നിന്റെ പ്രശ്നം ചോദിക്കുന്നുണ്ട്. അപ്പൊ കെരാസില്ല പറയാണ്, എന്റെ ചേട്ടൻ എന്നോട് കാണിച്ചത് കണ്ടേയല്ലേ, എപ്പോഴും അവന്റെ വിചാരം അവനാണ് മുകളിൽ നിന്നാ, അവൻ എപ്പോഴും എന്നെ അപമാനിക്കും. അത് ചെറുപ്പം മുതലേ അങ്ങനെയാണ്. ഇപ്പൊ മാഗ്നസ് അദ്ദേഹത്തിന്റെ ആ ഒരു ദുഷ്ട ബുദ്ധി പുറത്തേക്ക് എടുക്കുകയാണ്. എടാ, നിനക്ക് ചക്രവർത്തി ആവണം. നിങ്ങൾ രണ്ടുപേരില്ലേ ഇപ്പോ, എന്തിനാ രണ്ടുപേര്? ഒരാള് പോരെ, നീ നേരെ അങ്ങോട്ടേക്ക് ചെല്ല്, അവന്റെ കഴുത്തറക്കടാ. മാഗ്രിനസ് ഇയാള് പറഞ്ഞ കാര്യം അത് അതുപോലെ കേട്ട് ഈ രണ്ടാമത്തവനുണ്ടല്ലോ, അതായത് എംപറർ ക്രാസല്ല, അവൻ പോയിട്ട് ഇപ്പോ ഗെത്തയുടെ കഴുത്തിൽ കത്തി വെക്കാണ്. പക്ഷെ അവനെ കൊണ്ട് അറുക്കാൻ കഴിയുന്നില്ല കേട്ടോ. എന്നാൽ അതേ നേരം തന്നെ അങ്ങോട്ടേക്ക് വന്ന മാഗ്രിനസ് അവന്റെ കൈ പിടിച്ച് സ്വന്തം സഹോദരന്റെ കഴുത്ത് അറുപ്പിക്കുകയാണ്. അന്നേ ദിവസം രാത്രി തന്നെ ലൂഷ്യസിനെ കാണാനായിട്ട് ലുസില്ല അവനെ പൂട്ടിയിട്ട് ആ ഒരു റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. മാത്രമല്ല ഇത്തവണ ലൂഷ്യസ് ലുസില്ലയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നൊന്നുമില്ല. റോമ സാമ്രാജ്യത്തിൽ നിലനിൽക്കുന്ന അരാജകത്വം ഇതൊക്കെ ഇല്ലാതാക്കാനായിട്ട് സ്വന്തം അമ്മയും അതുപോലെ തന്നെ അവരുടെ ഭർത്താവും കൂടെ, അതായത് അക്കേഷ്യസ്, ഇവരെന്തൊക്കെ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആ കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ലൂഷ്യസ് ഇപ്പോ അമ്മ പറയുന്ന കാര്യം, അതായത് ലുസില്ല പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയാണ്. ആ രണ്ട് വിഡ്ഢികളായിട്ടുള്ള സഹോദരങ്ങൾ, അതായത് റോമിന്റെ ഇപ്പോഴത്തെ ചക്രവർത്തിമാര്, അവരെ അധികാരത്തിൽ നിന്നിറക്കി ഈ റോമിന്റെ ഭരണം മുഴുവൻ സെനറ്ററിന്റെ കയ്യിൽ കൊടുക്കുക, അതായത് ഒരു കൂട്ടം ആൾക്കാരുടെ കയ്യിൽ ഭരണം ഏൽപ്പിക്കുക. അതായിരുന്നു ശരിക്കും അവരുടെ പദ്ധതി. എന്നാൽ അതിനു മുന്നേ സെനറ്റർ ട്രാക്സ് അയാൾ ഇവരെ ചതിച്ചു. വിവരം പുറത്തറിഞ്ഞു. മാത്രമല്ല എല്ലാം പൊളിഞ്ഞു പിന്നതാ ഇവിടെ വരെ എത്തി നിൽക്കുകയാണ്. ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ലൂഷ്യസെ അത് നിനക്കാണ്. പിന്നീട് അവനൊരു മോതിരം ഇപ്പൊ ലുസില്ല കൊടുക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു മോതിരം ഉണ്ടല്ലോ മുൻപത്തെ റോമൻ ചക്രവർത്തി അന്നത്തെ പടനായകനായിട്ടുള്ള മാക്സിമസിന് കൊടുത്തായിരുന്നു. മാക്സിമസ് തന്റെ പ്രണയിനിയായിട്ടുള്ള ഈ ലുസില്ലയ്ക്ക് അത് കൊടുത്തു. ലുസില്ല പിന്നീട് അവളുടെ പ്രിയപ്പെട്ടവനായിട്ടുള്ള അക്കേഷ്യസിന് അത് കൊടുത്തു. ഇപ്പൊ അവൻ മരിച്ചതുകൊണ്ട് അവന്റെ ആ ഒരു മോതിരം ലുസില്ലയുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. ആ മോതിരം ഇപ്പോൾ ലൂഷ്യസിന് കൊടുക്കുകയാണ്. ചില കാര്യങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് എന്തോ ഒരു കാര്യം പറഞ്ഞ് അവിടുന്ന് ലുസില്ല പോവുകയാണ്. അതുപോലെ തന്നെ റോമിലെ എല്ലാ സെനറ്റേഴ്സിനെയും വിളിച്ചുകൂട്ടി ഭ്രാന്തമായ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കെരാസില്ല. ഞാൻ പറഞ്ഞല്ലോ, ബുദ്ധിക്ക് അല്പം പ്രശ്നമുള്ളവനാണ്. എന്താണ്, എപ്പോഴാണ്, എന്തൊക്കെയാണ് ചെയ്യാൻ ഒരു പിടുത്തവും ഇല്ലാത്തവനാണ്. ശരിക്കും അവനിപ്പോ ഒരു പാവയാണ്. ആ പാവയെ നിയന്ത്രിക്കുന്നത് മാഗ്രിനസ് ആണ്. ഇപ്പൊ ആ സദസ്സിലേക്ക് മാഗ്രിനസ് വരുന്നുണ്ട്. അവന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിൽ എംപറർ ഗത്തയുടെ തലയായിരുന്നു. ആ തല ആ ഒരു ടേബിൾ എടുത്ത് വെച്ചിട്ട് അയാൾ പറയുന്നുണ്ട്, ഇവിടെ നടക്കുന്ന ആ ഒരു കലാപം അത് ഒതുക്കണമെങ്കിൽ എനിക്ക് അധികാരം വേണം. സെനറ്റർ സഭയിലിരിക്കുന്ന എല്ലാവരും സമ്മതം നൽകിയാൽ മാത്രമേ ഞാൻ ഈ കാര്യം ഏറ്റെടുക്കുകയുള്ളൂ. ആരെങ്കിലും വേണ്ടാന്ന് പറയോ? എംപററിന്റെ തലയാണ് അവിടെ വെച്ചിരിക്കുന്നത്. എംപററിന്റെ തല എടുത്തവന് ഇവരുടെ തല എടുക്കാൻ വല്ല പാടുണ്ടോ? സോ എല്ലാവരും സമ്മതിക്കുകയാണ് ഇപ്പോ. അതായത് മാഗ്രിനസ് ഇപ്പൊ വെറൊരു പണക്കാരൻ മാത്രമല്ല, അധികാരമുള്ള ആളാണ്. എന്തായാലും അധികാരം അത് കിട്ടിയതിനു ശേഷം മാഗ്രിനസ് ഇയാൾ കാണാൻ പോകുന്നത് നമ്മുടെ ലുസില്ലയാണ്. അതായത് തുടക്കം മുതലേ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ മാഗ്രിനസിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ചില പദ്ധതികൾ ഉണ്ടായിരുന്നു. അത് പദ്ധതിയല്ല, വല്ലാത്തൊരു പകയായിരുന്നു. അതായത് മാഗ്രിനസ് ഇപ്പൊ ലുസില്ലയുടെ അടുത്തേക്ക് ചെന്ന് അവന്റെ നെഞ്ച് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ലുസില്ലയുടെ അച്ഛനുണ്ടല്ലോ, അവളുടെ അച്ഛൻ തോൽപ്പിച്ച് പിന്നീട് ഈ പടയിൽ ചേർന്ന ഒരാളായിരുന്നു മാഗ്രിനസ്. അവളുടെ അച്ഛന്റെ കീഴിൽ ഒരുപാട് കാലം ജോലി ചെയ്തിട്ടുണ്ട്. അന്ന് ഈ മാഗ്രിനസിന്റെ ഉള്ളിൽ കയറിക്കൂടിയതാണ് ഈ ഒരു വാശി. എന്നെങ്കിലും ഈ അധികാര കേന്ദ്രത്തിൽ ഞാൻ കയറി പറ്റും, അതെത്ര വലിയ ചതി ചെയ്തിട്ടായാലും ശരി. അപ്പൊ ആ ഒരു പദ്ധതി അനുസരിച്ചാണ് ഇപ്പൊ മാഗ്രിനസ് വീക്കായിട്ടുള്ള രണ്ട് എംപേഴ്സ് വന്നപ്പോ അവര് സ്വാധീനിച്ച് കൊട്ടാരത്തിൽ കടന്നു കയറി. അതുപോലെ തന്നെ ഇവിടുത്തെ അധികാര കേന്ദ്രങ്ങളിൽ പിട്ടിമുറുക്കി ഇഷ്ടമുള്ളതുപോലെ ഇനി ഓരോ കാര്യങ്ങൾ മാഗ്രിനസ് അയാൾ ചെയ്യാൻ പോവാണ്. അതായത് ഇപ്പോഴത്തെ എംപറർ ആയിട്ടുള്ള കെരാസില്ല അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, മാഗ്രിനസിന്റെ വെറും ഒരു പാവ മാത്രമാണ് അവൻ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ലൂഷ്യസ് അവിടെയുള്ള എല്ലാ ഗ്ലാഡിയേറ്റേഴ്സിനെയും നോക്കുന്ന ആളാണല്ലോ രവിയെ വിളിച്ചു വരുത്തിയിട്ട് ലൂഷ്യസ് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത്
അവന്റെ അമ്മ ലുസില കൊടുത്ത ആ ഒരു മോതിരം രവിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറയാണ്, ഇത് അക്കേഷ്യസ് ഉപയോഗിച്ചിരുന്ന മോതിരമാണ്. നീ ഈ മോതിരവുമായിട്ട് ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവുക. അക്കേഷ്യസിന്റെ വിശ്വസ്തരായ 5000 മുകളിൽ പട്ടാളക്കാരും അവരുടെ ലീഡറായിട്ടുള്ള ഡാരിയനും അവിടെയുണ്ട്. ഡാരിയൻ അക്കേഷ്യസിന്റെ സുഹൃത്താണ്. നീ അവരോട് പോയിട്ട് കാര്യങ്ങൾ പറയാ, ഇങ്ങോട്ടേക്ക് പടം നയിച്ച് വരാൻ പറയാ, അക്കേഷ്യസിന് സംഭവിച്ച കാര്യം നീ അവരോട് പറയാ. ഇതെല്ലാം കേട്ടപ്പോ രവി ആകെ ഞെട്ടിപ്പോണം. അല്ല, ഇതൊക്കെ എന്നെ ഏൽപ്പിക്കാൻ മാത്രം നീ ആരടാ? ആ സമയത്ത് ലൂഷ്യസ് സത്യങ്ങൾ പറയാണ്, ഇവിടുത്തെ ലുസിലയുണ്ടല്ലോ, അവരുടെ മകൻ, മുൻപത്തെ റോമൻ ചക്രവർത്തി, അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയാണ് ഞാൻ, അധികാരത്തിലേക്ക് വരാൻ പോകുന്നത്. ഇത് കേട്ട സമയത്ത് രവി ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഡാ, ഈ പറയുന്നൊക്കെ സത്യം തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഇതെങ്ങാനും നുണയാണെങ്കിൽ രവിയുടെ തല തെറിച്ച് പോകും കേട്ടാ. എന്തായാലും കൂട്ടുകാരനിൽ വിശ്വസിച്ച് ലൂഷ്യസ് കൊടുത്ത ആ ഒരു മോതിരവുമായിട്ട് നേരെ അക്കേഷ്യസിന്റെ ആ ഒരു പടയാളികൾ ഇരിക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ചെന്നു ആ ഒരു മോതിരം ഡാരിയന് കൈമാറി എന്താണോ ലൂഷ്യസ് പറഞ്ഞത് അത് ഡാരിയനോട് പറയാണ്. ഇത് കേട്ടുപാട് തന്നെ ഡാരിയനും അദ്ദേഹത്തിന്റെ പടയാളികളും കൂടെ നേരെ റോമ സാമ്രാജ്യത്തിലേക്ക് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ലുസില്ലയുടെ വധശിക്ഷ അത് നടപ്പിലാക്കാൻ പോവാണ്. ലുസില്ല മാത്രമല്ല, അവരുടെ കൂടെ നിന്ന ആ ഒരു സെനറ്റേഴ്സും ഒരു 10ൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും വധശിക്ഷയ്ക്ക് വിധിക്കാൻ നിൽക്കുകയാണ്. അപ്പോ ഇപ്പോഴത്തെ രാജാവായിട്ടുള്ള കെറസല ചോദിക്കുന്നുണ്ട്, ലുസില്ലയെ കൊല്ലണോ, അത് കൂടുതൽ പ്രശ്നമാവില്ലേ? അപ്പൊ മാഗ്രിനസ് പറയാണ്, ഏയ് അത് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നീട് ചക്രവർത്തിയെ മാഗ്രിനസ് പറഞ്ഞയക്കാണ്. ഇതിനുശേഷം അവിടെ ഉണ്ടായതിന്റെ സെനറ്ററിനോട് പറയാണ്, ലുസില്ല അവളെ കൊല്ലുന്നതോട് കൂടിയിട്ട് ഇവിടെ മുഴുവനായിട്ടും കലാപം പൊട്ടിപ്പുറപ്പെടും. ആ സമയത്ത് ഞാൻ ഇവനെ കൊല്ലും, എന്നിട്ട് അധികാരത്തിലേക്ക് ഞാൻ വന്നിരിക്കും. ഇതാണ് ചതിയുടെ രാഷ്ട്രീയം. അങ്ങനെ ഇവരെല്ലാവരെയും ആ ഒരു യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോയി നിർത്തുകയാണ്. മാത്രമല്ല ഇനി ഇവരെ കൊല്ലാനായിട്ട് വരാൻ പോകുന്നത് ലൂഷ്യസും അവന്റെ ഗ്ലാഡിയേറ്റർ ഗോട്ടാണ് കേട്ടോ. അപ്പൊ അവരുടെ മാസ്റ്റർ ഇപ്പൊ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ലൂഷ്യസിനോട് പറയുന്നുണ്ട്, എടാ ഇന്ന് നിനക്ക് കോളാണല്ലോ, നീ ഇന്ന് കൊല്ലാൻ പോകുന്നത് നിന്റെ അമ്മയെ തന്നെയാണ്. എന്നാൽ ഈ മാസ്റ്റർക്ക് അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. രവി ഇവിടുന്ന് പോകുന്നതിന് മുന്നേ എല്ലാ സെല്ലിന്റെയും ചാവി ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതിന്റെ ആ ഒരു ഡോറ് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ലൂഷ്യസ് ഒറ്റയടിക്ക് വാതിലങ്ങ് തുറക്കുകയാണ്. അപ്പൊ തന്നെ മാസ്റ്ററെ കഴുത്തിലേക്ക് കത്തി കയറ്റി കൊല്ലുന്നുണ്ട് കേട്ടോ. കുറെ നാളായി ഇതിനു വേണ്ടി ലൂഷ്യസ് കാത്തിരിക്കുകയായിരുന്നു. ഇതിനുശേഷം ലൂഷ്യസ് നേരെ ബേസ്മെന്റിലേക്കാണ് പോകുന്നത്. അവിടെയാണല്ലോ മാക്സിമസ്, അവന്റെ അച്ഛന്റെ പടച്ചട്ടയും വാളും ഉള്ളത്. അവൻ ആ പടച്ചട്ട അണിയാണ്, കയ്യിൽ ആ ഒരു വാളേന്തുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള ഗ്ലാഡിയേറ്റേഴ്സ് അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, ഇനി നിങ്ങൾ ആരും അടിമകളല്ല, ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാം, പക്ഷേ നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കുകയും ചെയ്യാട്ടോ. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇനി മുതൽ ഇവിടെ അടിമകൾ എന്നൊരു വിഭാഗം ഉണ്ടാവില്ല. അതും നമ്മൾ ഈ യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ മാത്രം. ഇവിടെ സീൻ കെട്ട ഈ അടുത്ത സീനിൽ ആ ഗ്രൗണ്ടിലേക്ക് ലുസില്ലയും അവളുടെ കൂടെ നിന്ന് സെനറ്റേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട്, എല്ലാവരെയും ഒരുമിച്ച് കൊല്ലാനായിട്ട്. അതിനായിട്ട് തന്നെ ആ ഗ്രൗണ്ടിലേക്ക് നമ്മുടെ ലൂഷ്യസ് വരികയാണ്. സ്വന്തം അമ്മയെ കൊല്ലാനായിട്ട് അവനെ കൊണ്ട് കഴിയോ? ഇല്ല. അതുകൊണ്ട് തന്നെ രാജാവിന്റെ കാവൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അവരൊരു കൂട്ടം അവിടെ വളഞ്ഞിരിക്കുകയാണ്. ജനങ്ങളെല്ലാം ഇതങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്ത്രീയും അതുപോലെ തന്നെ ഒരുപാട് സെനറ്റേഴ്സിനെയും അവിടെ വെച്ച് കൊല്ലാൻ പോവാണ്. ജനങ്ങൾ ഇതൊക്കെ നോക്കി നിൽക്കും. അവര് പ്രശ്നം ഉണ്ടാക്കില്ലേ? തീർച്ചയായിട്ടും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. ജനങ്ങൾക്കാകെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഈ നേരത്ത് അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ഗ്ലാഡിയേറ്റേഴ്സ് പെട്ടെന്ന് പുറത്തേക്ക് വരികയാണ്. ഈ കാര്യം ആരും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന രാജാവിന്റെ കാവൽ പടയാളികളെ ഈ ഗ്ലാഡിയേറ്റേഴ്സ് ആക്രമിക്കുകയാണ്. ജനങ്ങളാണെങ്കിൽ ഇതെല്ലാം കണ്ട് ഭയങ്കരമായിട്ട് വയലന്റ് ആവുന്നുണ്ട്. അവരനങ്ങാതിരിക്കാൻ വേണ്ടി അവർക്ക് നേരെ അമ്പും വില്ലും എയ്യം എന്ന രീതിയിൽ പട്ടാളക്കാരങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആകെ കൂടി ഒരു ലഹള പോലെ ആകുന്നുണ്ട് അവിടെ. ഈ നേരത്ത് രാജാവിനെ നോക്കേണ്ട പട്ടാളക്കാരുടെ ശ്രദ്ധയൊക്കെ മാറിയിട്ടുണ്ട്. ഈ ഗ്യാപ്പ് മുതലെടുത്ത് മാഗ്രിനസ് ഇയാൾ എന്ത് ചെയ്തു എന്നറിയോ? ഒരു നീണ്ട ഷാർപ്പായിട്ടുള്ള ആണിയെടുത്ത് രാജാവിന്റെ കഴുത്ത് പിടിച്ച് അയാളുടെ ചെവിയിലൂടെ കുത്തി കയറ്റി അവന്റെ തലച്ചോറിലേക്ക് ആ ആണി കയറ്റി എംപറർ കരാസല അയാളെ കൊന്നുകളയാണ് കേട്ടോ. ഒരു ചെറിയ ചെക്കനാണ്, ബുദ്ധിയില്ലാത്ത ചെക്കൻ. അധികാരം ഇതുപോലെയുള്ള വിഡ്ഢികളുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് മനസ്സിലായില്ലേ? എന്തായാലും ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന കാവൽ പടയാളികളെ കൊന്ന് ഇപ്പോൾ ലുസില്ലയുടെ അടുത്തേക്ക് ലൂഷ്യസ് വരികയാണ്. അതേ നേരം തന്നെ മാഗ്രിനസ് ഇയാളുടെ അമ്പ് ഇടുക ലുസില്ലയുടെ നെഞ്ചത്തേക്ക് തന്നെ ഒരെണ്ണം വിടുകയാണ്. മകനെ തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന അതേ നേരം തന്നെ ലുസില്ല ഇപ്പോൾ മരണപ്പെട്ടു പോകണം. അവസാനമായിട്ട് ലുസില്ല ലൂഷ്യസിനോട് ഒരു കാര്യം പറയുന്നുണ്ട്, ഈ പ്രശ്നങ്ങളെല്ലാം തീർത്ത് ഇവിടെ നീ സമാധാനം കൊണ്ടുവരണമെന്ന്. എന്നാൽ ഇതേ നേരത്തെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ടാക്കിയ മാഗ്രിനസ് അയാൾ ഇവിടം വിട്ട് രക്ഷപ്പെട്ടു പോവുകയാണ് കേട്ടോ. മാത്രമല്ല കൊട്ടാരത്തിലെ വലിയൊരു കൂട്ടം പടയാളികൾ ഏകദേശം 6000-ഓളം വരും. അവർ പുറത്ത് തയ്യാറായി നിൽക്കുകയാണ്. മാഗ്രിനസ് ഇയാൾ എന്താണോ പറയുന്നത് അത് തന്നെയാണ് ആ ഒരു പട്ടാളക്കാരൻ ചെയ്യുള്ളൂ. എന്തായാലും അവരുടെ അരികിലേക്കാണ് മാഗ്രിനസ് ചെയ്യുന്നത്. അയാളുടെ പിന്നാലെ തന്നെ ലൂഷ്യസും. അങ്ങനെ കൊട്ടാരത്തിന്റെ കവാടത്തിൽ എത്തി നോക്കുന്ന സമയത്ത് ദാണ്ട് വേറൊരു കൂട്ടം പടയാളികൾ കൂടെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. മറ്റാരുമല്ല, അക്കേഷ്യസിന്റെ വിശ്വസ്തരായിട്ടുള്ള 5000-ഓളം റോമൻ പട്ടാളക്കാർ. എന്നാൽ ആ 2 കൂട്ടം പട്ടാളക്കാർ അവരുടെ മുന്നിൽ വെച്ച് ഉറക്കനെ ലൂഷ്യസ് ഒരു കാര്യം വിളിച്ചു പറയുന്നുണ്ട്, ആരാണ് അവൻ എന്നുള്ളത്. എന്റെ അമ്മ ലുസില്ല, അതുപോലെ തന്നെ എന്റെ അച്ഛൻ മാക്സിമസ്. അങ്ങനെ ശരിക്കും അവന്റെ ആ ഒരു ജന്മരഹസ്യം പറയുന്ന സമയത്ത് ആ യുദ്ധമുഖത്തിൽ നിന്ന് ഒരുപാട് പട്ടാളക്കാർ പിന്മാറുകയാണ്. കാരണം മാക്സിമസിന് ഇഷ്ടപ്പെട്ട ഒരുപാട് പട്ടാളക്കാർ ആ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ മാക്സിമസിന്റെ മകനല്ലേ ലൂഷ്യസ്. ലൂഷ്യസിനെ കൊല്ലാനായിട്ട് അവരുടെ വാള് പൊങ്ങില്ല. ഇതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന മാഗ്രിനസിന് ഒരു കാര്യം മനസ്സിലായി, അവന്റെ പദ്ധതി എല്ലാം പാളിപ്പോയി. ഇനി ചതി കൊണ്ട് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നേരിട്ട് ലൂഷ്യസുമായിട്ട് ഏറ്റുമുട്ടുക. അങ്ങനെ രണ്ടുപേരും തമ്മിൽ വാൾപ്പായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ നമ്മൾ കരുതിയതുപോലെ മാഗ്രിനസ് വെറും ഒരു അടിമക്കച്ചവടക്കാരനോ ബിസിനസ്സുകാരനോ അല്ല കേട്ടോ. പണ്ടത്തെ ഒരു ഗ്ലാഡിയേറ്റർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലൂഷ്യസിന് അത്ര എളുപ്പത്തിലൊന്നും ഈ ഒരു മാഗ്രിനസിനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല.
എന്താ പറയണ്ടേ, ഒടുവിൽ അവൻ തോൽക്കന്നെ ചെയ്യാണ്. അവന്റെ കയ്യിലെ വാള് പൊട്ടിപ്പോകുന്നുണ്ട്. അവനൊരു വെള്ളക്കെട്ടിലേക്ക് തള്ളിയിടുകയാണ്. ഒരു വാളുമായിട്ട് അങ്ങോട്ടേക്ക് മാഗ്രിനസ് ചാടി വീണ് അവന്റെ നെഞ്ചിലേക്ക് പല തവണ ആ ഒരു കത്തി വെച്ച് ആ വാള് വെച്ച് കുത്തുകയാണ്. എന്നാൽ ഒരെണ്ണം പോലും അവന്റെ നെഞ്ചത്തേക്ക് തുളച്ചു കയറുന്നില്ല. കാരണം എന്താ, അവന്റെ അച്ഛന്റെ പടച്ചട്ട് അവൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വെള്ളത്തിൽ നിന്നെടുത്തൊരു കല്ല്, ആ കല്ല് ഉപയോഗിച്ച് മാഗ്രിനസിന്റെ തലക്കിട്ട് ഒരേറ്റ അടി കൊടുക്കുകയാണ്. അതിൽ അവന്റെ കൺട്രോൾ പോയി. മാത്രമല്ല അവന്റെ ആ ഒരു വാള് നിലത്ത് വീണു. ആ വാളെടുത്ത് ആദ്യം മാഗ്രിനസിന്റെ കൈ വെട്ടിമുറിക്കുന്നുണ്ട്. അതിനുശേഷം വയറും രണ്ടായിട്ട് കയറുകയാണ്. നിലമ്പൊത്തി വീഴുന്നുണ്ട് ചതിയനായിട്ടുള്ള ഈ മനുഷ്യൻ. എന്നിട്ട് അത്രയും വരുന്ന ആ ഒരു പട്ടാളക്കാരുണ്ടല്ലോ, അവരുടെ മുന്നിൽ വെച്ച് ലൂഷ്യസ് ഉറക്കനെ ഒരു കാര്യം വിളിച്ചു പറയുന്നുണ്ട്. അരാജകത്വം, നമ്മുടെ നാട്ടിൽ ഈ അരാജകത്വം ഇന്ന് അവസാനിപ്പിക്കാം. നമുക്കിനി യുദ്ധം വേണ്ട, ചോരക്കളി വേണ്ട, കൊള്ളയും കൊലയും ഒന്നും വേണ്ട. ഇവിടെ ഇനി ഒരു പുതിയ ഭരണം വരും. ആ ഭരണം ഞാൻ കൊണ്ടുവരും. എന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് സമ്മതമാണോ ചോദിക്കുമ്പോൾ ആ പട്ടാളക്കാർ മുഴുവൻ സമ്മതിക്കുകയാണ്. കാരണം യുദ്ധം ചെയ്ത് ഇവര് മടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമ്മുടെ ലൂഷ്യസിന്റെ അച്ഛൻ മാക്സിമസിന്റെ കയ്യിലേക്ക് അധികാരം വരാൻ നേരത്തെ മാക്സിമസും ഇതേ കാര്യം തന്നെയായിരുന്നു തീരുമാനിച്ചത്. അതായത് അധികാരം ഒരാളുടെ കയ്യിലേക്ക് എത്താൻ പാടില്ല, പകരം സെനറ്റേഴ്സ് ഒരുപാട് പേർ ഇത് കൈകാര്യം ചെയ്യണം. എന്നാൽ മാത്രമേ ജനാധിപത്യം ഇവിടെ നടക്കുകയുള്ളൂ. അപ്പൊ ലൂഷ്യസ് അവന്റെ അച്ഛന്റെ ആഗ്രഹം എന്തായിരുന്നു അതുപോലെ തന്നെയുള്ള ഒരു റോമൻ സിസ്റ്റം തന്നെ അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. സോ ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതിനേക്കാൾ നല്ലൊരു കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.